الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ബഹുമാന്യ അധ്യക്ഷ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ഏറെ പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ സംഗമത്തിലാണ് നമ്മളുള്ളത്. കേരള നദവത്തുൽ മുജാഹിദീൻ ഏറെ ശ്രദ്ധേയമായ ഒരു തലക്കെട്ടാണ് ഈ കുടുംബ സംഗമത്തിനായി ഉയർത്തിപ്പിടിക്കുന്നത്. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ. ഏറെ ശ്രദ്ധേയമായ ഈ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ മഹല്ലുകൾ തോറും, എല്ലാ യൂണിറ്റുകൾ തോറും ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങൾ നടക്കുക. ഇന്നലെ എറണാകുളം ജില്ലയിലെ 3 കുടുംബ സംഗമത്തിലാണ് ഈ ഉള്ളവന് പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. ഇതേപോലെ കേരളത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇന്ന് തിരുവനന്തപുരം ഒരുപാട് കുടുംബ സംഗമങ്ങൾ നടക്കുന്നു. ഈ കുടുംബ സംഗമത്തിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, വല്ലുപ്പയുണ്ട്, വല്ലുമ്മയുണ്ട്, മകനുണ്ട്, മകളുണ്ട്, പേരക്കുട്ടികളുണ്ട്, മരുമകനുണ്ട്, മരുമകളുണ്ട്, അമ്മായിയമ്മയുണ്ട്, അമ്മോശനുണ്ട്, ഇക്കാക്കുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, താത്തണ്ട്, എളാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, അമ്മായിണ്ട്, മുത്തുമ്പണ്ട്, മുത്താപ്പണ്ട്, എല്ലാവരും കൂടുന്ന ഏറെ സന്തോഷകരമായൊരു സംഗമമാണ് കേരളം നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. അത് വളരെ ഭംഗിയായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രമേയമാകട്ടെ പവിത്രമാണ് കുടുംബം. നമുക്കറിയാമത്. ഈ ബന്ധത്തിന്റെ വലിപ്പവും മഹത്വവും നമുക്കറിയാം. അതിന്റെ പരിശുദ്ധിയും നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനനുസരിച്ച് നമ്മുടെ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കി നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിന് വളരെ ഗൗരവത്തിൽ, വളരെ പ്രാധാന്യത്തോടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, തൗഹീദിൽ ഊട്ടപ്പെട്ട കുടുംബമാകണം. തൗഹീദി വഴിയിൽ നടക്കുന്ന കുടുംബമാകണം. അത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. ചെറിയ കാര്യമല്ല. ഷിർക്കിലേക്കും കുഫറിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അന്നുമുണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകും. ഇതിനിടയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുഹമ്മദ് റസൂലുള്ള ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം എന്നത്, ഒരു തൗഹീദി കുടുംബം എന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്യുന്ന ഒരു കുടുംബം എന്നത് ഏറെ സന്തോഷകരമാണ്. അത്തരം കുടുംബങ്ങൾക്കാണ് കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകുക. മഹാസൗഭാഗ്യം അള്ളാഹു നൽകുക. ആ മഹാസൗഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വിശ്വാസം ഭദ്രമാകണം. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറകളഞ്ഞതാകണം. ഒരു പുഴുക്കുത്തും അതിനുണ്ടാവാൻ പാടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പതർച്ച ഉണ്ടാവാൻ പാടില്ല, ഇളക്കുണ്ടാവാൻ പാടില്ല, ഒരുതരം സംശയം ഉണ്ടാവാൻ പാടില്ല, വസ്വാസം ഉണ്ടാവാൻ പാടില്ല. അതിശക്തമാവണം, അത് ഭദ്രമാകണം, അത് ആഴത്തിൽ വേരൂന്നിയതാകണം. അത് മുഹമ്മദ് റസൂലുള്ളയിൽ നമുക്ക് എന്തെന്നില്ലാത്ത അഭിമാനം ഉണ്ടാകണം, ഇസ്സത്ത് ഉണ്ടാകണം. അത് വലിയ അള്ളാഹു നൽകിയ ഔദാര്യമായി നമ്മൾ തിരിച്ചറിയുകയും വേണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഏടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം,
എന്ന് തുടങ്ങി നിരവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെല്ലാം കേട്ട് 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 നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ തഴപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വരെ അറിയാം. മദ്രസയിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുകയാണ് അമ്പിയാക്കളെ കുറിച്ച്, അവരുടെ ചരിത്രത്തെ കുറിച്ച്. അമ്പിയാക്കൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ ആഗ്രഹിച്ച ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ തൗഹീദി വഴിയിൽ, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച തൗഹീദി ആശയത്തിൽ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന ഉപ്പ കൂടി ഉണ്ടാകണം എന്നത് ഇബ്രാഹിം നബിയുടെ ആഗ്രഹം. സ്വാഭാവികമാണല്ലോ ഒരു മകൻ എന്ന നിലയിൽ ഏതൊരു മകന്റെയും ആഗ്രഹം എന്റെ ഉപ്പയും എന്റെ കൂടെ ഉണ്ടാകണം എന്ന ആഗ്രഹം. പക്ഷെ വാപ്പാനോട് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞത് എന്താ? കേട്ടില്ലെന്ന് മാത്രല്ല, കയർത്തു. കടന്നു പോടാ, കല്ലെറിയും ഞാൻ നിന്നെ, എറിഞ്ഞോടിക്കുന്നവർ. എത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഈ വെളിച്ചത്തിലേക്ക് വിളിച്ചിട്ട് പോലും ഇപ്പൊ വന്നില്ലല്ലോ എന്ന സങ്കടം. അത് തുടർന്നാലുള്ള ദുരന്തത്തെ കുറിച്ച് നന്നായി അറിയാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിലേക്ക് ഏറ്റവും നിന്ദ്യരായി വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ആസർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കൺമുന്നിൽ മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നത് കാണുമ്പോ ഏതുപ്പാന്റെ കൽബ പടയാതിരിക്കാൻ? ഒരു വാപ്പയാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സങ്കടം ഉണ്ടാവുമല്ലോ. എന്റെ കുട്ടി എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം. എന്റെ മകനും എന്റെ കൂടെ ഉണ്ടാകണമെന്ന് മുങ്ങിപ്പൊങ്ങുന്നത് കാണുമ്പോ ഏതുപ്പാന്റെ കൽബും പടയും, കണ്ണു നിറയും. പക്ഷേ ആ വാപ്പാന്റെ വിളി കേട്ടില്ല ആ മകൻ. ആ വാപ്പാന്റെ കൈ പിടിച്ചില്ല ആ മകൻ. എത്ര സങ്കടം ഉണ്ടാവും നൂഹ് നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര വേദന ഉണ്ടാകും അദ്ദേഹത്തിന്. ആ മഹാപ്രവാചകൻ അള്ള വിളിച്ച വിളിപ്പേരുണ്ടല്ലോ, അത് വല്ലാത്തത്. അള്ള പറയാണ് നൂഹ് നബിനെ കുറിച്ച്, ഇന്നഹു കാന അബ്ദൻ ശക്കൂറ എന്നാണ് അള്ള പറഞ്ഞത്. നൂഹ് എന്റെ നന്ദിയുള്ള അടിമയാണെന്നാണ് അള്ള പറഞ്ഞത്. നൂഹ് നന്ദിയുള്ള അടിമയാണ്. ആ നന്ദിയുള്ള അടിമയുടെ സ്വാഭാവികമായ ഒരു പ്രബോധകൻ എന്ന നിലയിലുള്ള സ്വകാര്യ ദുഃഖങ്ങളിൽ ഒന്നാണ് മകൻ കൂടി ഇതിലേക്ക് വന്നിരുന്നെങ്കിലും സംഭവിച്ചില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംരക്ഷിച്ച ആളാണല്ലോ അബൂ താലിബ്. ചരിത്രം നമുക്കറിയാം. അബൂ താലിബ് വീട്ടിലേക്ക് വരുമ്പോ ആദ്യം ചോദിക്കുക മുഹമ്മദ് എവിടെയെന്നാ. അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ട്, ജാഫർ, മറ്റു മക്കളൊക്കെ ഉണ്ട് അവിടെ. മുഹമ്മദ് എവിടെ? മുഹമ്മദിനെ കാണാനല്ലോ എന്നാണ് ആദ്യം ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്. പിന്നെ ചോദിക്കുക, അദ്ദേഹത്തിന്റെ മുന്നിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ അദ്ദേഹം ആദ്യം ചോദിക്കുക മുഹമ്മദ് കഴിച്ചോ എന്നാ ചോദിക്കുക. അത്ര പരിഗണനയായിരുന്നു നബിക്ക് അദ്ദേഹം കൊടുത്തിരുന്നത്. എന്തെന്ന് ചോദിച്ചാൽ അബ്ദുൽ മുത്തലിബിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭാര്യയിൽ ഉണ്ടായ മകനാണ് അബ്ദുള്ളയും അബൂ താലിബും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം ഉമ്മാന്റെ വയറ്റിൽ തന്നെ ഉണ്ടായ മകനാണ് അബ്ദുള്ള. അബ്ദുള്ളാന്റെ കുട്ടി എന്ന് പറയുമ്പോ ഇഷ്ടം കുറച്ച് കൂടും. എന്റെ അനിയന്റെ കുട്ടിയാണ്. വളരെ ചെറുപ്പത്തിൽ എന്റെ അനിയൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ചെറുപ്രായം. അവന്റെ കുട്ടിനെ ഞാൻ തന്നെയാണല്ലോ വളർത്തേണ്ടത്. എന്റെ കുട്ടിയായി ആ വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് അത്ര സ്നേഹത്തോടെ വളർത്തി. അങ്ങനെ വളർത്തിയ അദ്ദേഹത്തോട് നബിക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ? നബിക്ക് സ്നേഹം ഉണ്ടാവില്ലേ? നബിക്ക് എത്ര ഇഷ്ടം ഉണ്ടാവും? ഭയങ്കര ഇഷ്ടമായിരുന്നു അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇഷ്ടം അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ ആയത്ത് മതി. കരഞ്ഞു പറഞ്ഞല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ. നമുക്കറിയാലോ ഈ ചരിത്രം. അള്ളാഹ് പറഞ്ഞ എന്താ? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. വല്ലാത്ത പ്രയോഗമാണ്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നിനക്ക് നല്ല ഇഷ്ടമായിരിക്കും അബൂ താലിബിനോട്, അതുകൊണ്ട് ഹിദായത്ത് കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ മുഹമ്മദ്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നിനക്ക് ഇഷ്ടപ്പെട്ട, നീ സ്നേഹിക്കുന്ന, നിനക്ക് പ്രിയങ്കരായ ആളുകൾക്കൊന്നും ഹിദായത്ത് കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നതാണ്, എന്റെ ഔദാര്യമാണ്. അള്ളാഹു ആണ് ആരാണ് ശരിയായ വഴിമാർഗം പ്രാപിക്കാൻ ഏറ്റവും നന്നായി അറിയുന്നവൻ ഞാനാണ്, നിനക്കല്ല മുഹമ്മദ്. നീ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല, സാധ്യമല്ല. ഇത് അള്ളാഹിന്റെ ഔദാര്യമാണ്. എന്റെ ഉപ്പാന്റെ സഹോദരൻ കൂടെ ഉണ്ടാകണമെന്ന്
അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ ആഗ്രഹിച്ചു, ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഹിദായത്ത് എന്നത് അള്ളാഹുവിന്റെ ഔദാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദിന്റെ ഭവനത്തിൽ ഷിർക്കും കുഫറും വലിച്ചെറിഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാലാണ് സ്വർഗം കിട്ടുക എന്ന ഉറപ്പോടെ, പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് അള്ളാന്റെ ഈ വീട്ടിൽ. അള്ളാന്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സുബഹിന്റെ സമയത്തും അസറിന്റെ സമയത്തും ഓരോ കൂട്ടം മലക്കുകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ വരും. ഇത് അള്ളാന്റെ വീടാണ്. ഇന്ന് സുബഹിക്ക് വന്ന ഒരു കൂട്ടം മലക്കുകൾ ഇന്ന് അസറിന് അള്ളാഹുവിലേക്ക് ആകാശലോകത്തേക്ക് പോയി. ഇന്ന് അസറിന് വന്ന മലക്കുകൾ നാളെ സുബഹിക്കാണ് പോകുക. അവരുടെ വരവും പോക്കും നടക്കുന്നത് സുബഹിക്കും അസർ. അവരോടായി അള്ള ചോദിക്കും, ആരൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? നമ്മൾ ആരാണെന്ന് അള്ളാഹ്ക്ക് ഏറ്റവും നന്നായി അറിയാം. പക്ഷെ മലക്കുകളിലൂടെ മലക്കുകൾ പറയണമെന്ന പടച്ചറപ്പിന്റെ തീരുമാനം. അവർ പറയും, ഇന്ന ആളുകൾ. എന്താ അവർ ചെയ്യുന്നത്? അവർ ഇന്ന ആളുകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അള്ളാഹുവിന്റെ അന്വേഷണത്തിൽ ഇന്ന് അസർ ജമാഅത്തിന് നമ്മൾ ഉണ്ടാകുമ്പോൾ, ഇന്ന് സുബഹി ജമാഅത്തിന് നമ്മൾ പള്ളിയിൽ ഉണ്ടായ സമയത്ത് അവർ പറയും, ഇതാ കല്ലമ്പലത്തിൽ ഇന്ന ആള് അവന്റെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ആ വല്ലുപ്പി ആ പേരക്കുട്ടികളെ കൂടി വന്നിട്ടാണ് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്തത് നാഥ എന്ന് പറയുമ്പോൾ അള്ളാഹ് അഭിമാനം കൊള്ളുന്നതാണ് പറഞ്ഞു മലക്കുകൾക്ക് മുന്നിൽ വെച്ച്. അള്ളാഹ് പറയത്രേ, അവരെന്റെ അടിമകളാണ്. മലക്കുകളോട് അള്ളാഹ് പറയും, അവരെന്റെ അടിമകളാണ്. എന്നാലോചിച്ച് അങ്ങനെ അള്ളാഹു തന്റെ അടിമകളെ കുറിച്ച് അഭിമാനം കൊള്ളുമ്പോ നമ്മൾ സുബഹി ജമാഅത്തിന് പള്ളിയിൽ ഉണ്ടാകണം. ഒറ്റക്കല്ല, നമ്മുടെ മകന്റെ കൈ പിടിച്ച്, നമ്മുടെ പേരക്കുട്ടിയുടെ കൈ പിടിച്ച് അങ്ങനെ ആവാൻ നമുക്ക് കഴിയണം. എടുത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം രാത്രി തഹജ്ജുദ് കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുത്ത് റവാത്തിബ് സുന്നത്തും നിസ്കരിച്ച് അദ്ദേഹം മുസല്ലയിൽ ഇരുന്ന് കിടക്കുന്ന കട്ടിലിന്റെ കാലിൽ ഇങ്ങനെ ചാരിയിരിക്കും. അപ്പോഴേക്കും ഭാര്യ മോനെയൊക്കെ വിളിച്ചു നിർത്തി മക്കള് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പാപ്പാനെയും കുട്ടി ഒരുമിച്ച് പോകലാണ് പള്ളിക്ക്. അന്നത്തെ ദിവസം അയാൾ അതേപോലെ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ മകൻ വന്നു സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട്, വാപ്പ പോവാ റെഡി, ഞാൻ റെഡി പോവാറ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒന്നും പറയണില്ല, ആ സമയത്ത് പ്രതികരിക്കുന്നില്ല. അപ്പൊ ഉറങ്ങിപ്പോയിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോ മയങ്ങിപ്പോയിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതി ഇപ്പാനൊന്ന് തട്ടി വിളിച്ചു. അപ്പൊ പ്രതികരിക്കണില്ല. പിന്നെ ഒന്ന് കുലുക്കി വിളിച്ചു, ഒന്നും പറയണില്ല. അവന് ബേജാറായി. അപ്പൊ ഉമ്മാനെ വിളിച്ചു. ഉമ്മ ഓടി വന്നു, വിളിച്ചു അവരവരുടെ പ്രിയതമനെ. ഇല്ല, അതിനു മുമ്പേ അള്ളാഹുവിന്റെ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകിയിരുന്നു. പക്ഷേ അന്നത്തെ സുബഹി ജമാഅത്തിന് ആ കുട്ടി പള്ളിയിലുണ്ട്. ഇന്നലെ വരെ അവന്റെ വാപ്പാന്റെ വിരല് പിടിച്ചിട്ടാണ് അവൻ പള്ളിയിലേക്ക് നടന്നു പോയത്. ഇന്ന് ഉപ്പാന്റെ വിരല് പിടിക്കാൻ ഉപ്പല്ല, പക്ഷെ ഉപ്പ കാണിച്ചു തന്ന വഴിയിലൂടെ സുബഹി ജമാഅത്തിന് അവൻ നെഞ്ചത്ത് തക്ബീർ കെട്ടി അള്ളാഹുവിന്റെ മുന്നിലുണ്ട്. അവന്റെ കണ്ണ് നിറഞ്ഞ് അവൻ സുജൂദ് ചെയ്ത്, എന്റെ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അള്ളാഹ് എന്ന് തേടിയ റഹ്മാനും റഹീമുമായ റബ്ബ് ആ പ്രാർത്ഥന തന്നു. നമുക്ക് വേണ്ടത് അങ്ങനത്തെ മക്കളെയാണ്. നമ്മൾ മരിക്കുമല്ലോ, എപ്പോഴായാലും മരിക്കും. പക്ഷെ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലതുൻ സാലിഹുൻ യദ്ഉല എന്ന് പറയുന്ന മകനും മകളും ഉണ്ടാവുക എന്നത്, പേരക്കുട്ടി ഉണ്ടാവുക എന്നത്, ഒരു പിൻതലമുറ ഉണ്ടാവുക എന്നത്, അത് നമ്മുടെ സൗഭാഗ്യമാണ്. അള്ളാഹു നൽകിയ വലിയ ഔദാര്യമാണ്. അതേ നമ്മുടെ ഖബറിൽ മണ്ണോട് മണ്ണ് ചേർന്നാലും നമ്മുടെ നാളെയുടെ ലോകത്ത് ഒരു വലിയ മുതൽക്കൂട്ടാണത്. അതിന് വഴി കാണിക്കാൻ കഴിയണം നമ്മുടെ കുട്ടികൾക്ക്. അറബി കോളേജില് +2 പഠിക്കുന്ന, അറബി കോളേജ് പ്രിലിമിനറിക്ക് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, MSM-കാരനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആദ്യത്തെ മുജാഹിദ് മുവഹിദ് അവനാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഒരാൾ അവന്റെ കയ്യിൽ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിയുടെ പരിഭാഷ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഖുർആന്റെ പരിഭാഷ അവൻ കാണുന്നത്. ആ പീരീഡില്, ഈ വെക്കേഷൻ പീരീഡിലാണ് 2-3 വട്ടം ഇവരുടെ മലയാളം വായിച്ചു കഴിഞ്ഞു. അറബി അന്ന് വലിയ പിടുത്തൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇവന്റെ വല്ലുമൊന്നും വ്യാഴാഴ്ച ഒരു അസറ് കഴിഞ്ഞ ഒരു ഖബറിന്റെ അടുത്തേക്ക് പോകും, അതിന് തവാഫ് ചെയ്യാൻ. അവിടെ തവാഫ് ചെയ്യാനും വിളക്ക് കൊടുത്താലും അങ്ങനെയൊക്കെയാണ് പരിപാടി. ഷിർക്ക്, പച്ചയായ ഷിർക്ക്, പച്ചയായ എല്ലാ അർത്ഥത്തിലുമുള്ള ഷിർക്ക്, അള്ളാഹു അല്ലാത്ത ശക്തിയെ തേടൽ, അവരുടെ ഖബർ തവാഫ് ചെയ്യൽ കൊടിയ തിന്മ. ഒരു ദിവസം അവൻ വല്ലുമാനോട് പറഞ്ഞു, വല്ലുമ അത് ചെയ്യാൻ പാടില്ല, പോവാൻ പാടില്ല, ഷിർക്കാണ്, അള്ളാഹുവിന് ഇഷ്ടമല്ല. ഭയങ്കര ഗൗരവമാണ്, ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷെ വല്ലുമ അത് കാര്യാക്കിയില്ല. ഇവൻ എന്തൊക്കെ പറയും?
അങ്ങനത്തെ ഒരു സമൂഹമാണിത്. ആ മഹല്ലും അങ്ങനെ തന്നെ. പക്ഷേ ഒരു ദിവസം വ്യാഴാഴ്ച പോകാൻ നിന്ന വല്ലുമാനപ്പം പോയി കെട്ടിയായിട്ട് പിടിച്ചാണ് കരഞ്ഞിച്ചൊക്കെ തേങ്ങി തേങ്ങി കരയണവൻ. പോവല്ലേ പോവല്ലേ വല്ലുമാന്ന് പറഞ്ഞിട്ട് കരയണവൻ. ഇവന്റെ കരച്ചിലും ബേജാറൊക്കെ കണ്ടപ്പോ വല്ലുമാന്റെ കണ്ടു എന്ത് പറ്റിച്ചെങ്ങനെ. അന്ന് വല്ലുമ്മ പറഞ്ഞു ശരി ഞാൻ അന്ന് പോണില്ല, അന്ന് പോയില്ല. പിന്നെ അറിഞ്ഞത് അടുത്ത വ്യാഴാഴ്ച ആ വല്ലുമാന്റെ കൂട്ടുകാരികള് വിളിച്ചു, അല്ല പോണ്ടേ? ഇല്ല, ഞാൻ വന്നാല് എന്റെ കുട്ടിക്ക് സങ്കടാവും. അവൻ എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്കതൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്റെ കുട്ടിക്ക് സങ്കടാവും, ഞാനില്ല. പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച അതിനിടയിൽ ആ വല്ലുമ്മ പഠിക്കുകയായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വല്ലുമ്മാനെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന്, തൗഹീദുർ റുബൂബിയ്യ എന്തെന്ന്, തൗഹീദുൽ ഉലൂഹിയ്യ എന്തെന്ന്, തൗഹീദുൽ അസ്മാ വസ്സിഫ എന്തെന്ന്. പിന്നെ ആ വല്ലുമ്മ എന്നും വായിച്ചിരുന്ന മൗലൂദി കിതാബുകൾ അത് മാറ്റി വെച്ചു. എന്നിട്ട് അവർ ഖുർആൻ ഓതി തുടങ്ങി. മരിക്കണ അന്നും അള്ളാഹുവിന്റെ വരികൾ പാരായണം ചെയ്ത് അന്ന് നിർത്തിയ ആ വ്യാഴാഴ്ച തവാഫ് പരിപാടി നിർത്തിയതിനു ശേഷം പിന്നെ മരണം വരെ ഒരു കവറിങ്കിലേക്കും തവാഫ് ചെയ്യാൻ ആ വല്ലുമ്മ പോയിട്ടില്ല. മറിച്ച് ആ വല്ലുമ്മ കൈകൾ ഉയർത്തി ആ പേരക്കുട്ടിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒന്നാലോചിച്ച് അള്ളാഹു ആ വല്ലുമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും. അവർക്കെല്ലാം ഹിദായത്തിന് വഴിയും വെളിച്ചവുമായ നമ്മുടെ ചെറുപ്പക്കാർ, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ MSM, നമ്മുടെ ISM, നമ്മുടെ KNM പ്രവർത്തകർ, MGM സഹോദരിമാർ, അള്ളാഹു നമുക്കെല്ലാം അവന്റെ തൗഫീഖും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകണം. നമുക്ക് കൂടെ ഉണ്ടാകണം, നമ്മുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയും ഉപ്പയും ഉമ്മയും മകനും മകളും പേരമക്കളും ഒക്കെ നമ്മോടൊപ്പം ഉണ്ടാകണം. അമ്പിയാക്കളുടെ ആഗ്രഹവും തേട്ടവും പ്രാർത്ഥനയും അതായിരുന്നു. സലഫു സാലിഹുകളുടെ തേട്ടവും പ്രാർത്ഥനയും ആഗ്രഹവും അതായിരുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം തൗഹീദിനാൽ ഊട്ടപ്പെട്ട ബന്ധമായി കുടുംബ ബന്ധത്തിന്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തെ പഠിച്ചേ മതിയാവും, പകർത്തിയേ മതിയാവും. നിങ്ങൾ ഇന്ന് നോക്കി പലയിടത്തും കുടുംബ ബന്ധങ്ങൾ നിസാര കാരണങ്ങൾ കൊണ്ട് ശിഥിലമാവും. ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരു സങ്കട കാഴ്ചയാണ്. കല്യാണം കഴിഞ്ഞ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം പെൺകുട്ടി വരികയാണ്. എന്നിട്ട് പറയണേ ഇത് ശരിയാവില്ല, ഇയാളായിട്ട് പറ്റൂല, എനിക്ക് ഡിവോഴ്സ് വേണം. അപ്പൊ ആ പറയണ വാ നല്ല വക്കീലിനെ കണ്ടിട്ട് നമുക്ക് തീരുമാനമാക്കാം. ചില മക്കൾ ആൺകുട്ടികൾ പറയണം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത് ഞാൻ എന്റെ സങ്കല്പത്തിലെ അല്ല, മുപ്പന്റെ സങ്കല്പം എന്താന്ന് പഠിച്ചറപ്പിനല്ലാണ്ട് വേറെ പറയാം, മുപ്പന്റെ സങ്കല്പം അല്ല. ഇപ്പൊ അതിനേക്കാൾ വലിയ അപകടകരമായ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പെൺകുട്ടികൾ പറയണം കല്യാണം വേണ്ട. അതിന് തൊട്ടുമുമ്പ് പറഞ്ഞത് കല്യാണം ഇല്ലാത്ത ലിവിങ് ടുഗദർ. ഇപ്പൊ ലിവിങ് ടുഗദർ എന്ന സാധനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കല്യാണം വേണ്ട, നല്ല ജോലി നല്ല ശമ്പളം മതി, വെറുതെ തലവേദന ഉണ്ടാക്കാൻ വെക്കണം. അമ്മായിയമ്മന്റെ പോര് വേണ്ട, അമ്മോശന്റെ പ്രശ്നം വേണ്ട, ഭർത്താവിന്റെ ആക്രോശങ്ങൾ വേണ്ട, അയാളുടെ കൽപ്പനയ്ക്ക് വിധേയമാകണ്ട, എന്റെ ശമ്പളം, എന്റെ സമ്പാദ്യം, എന്റെ സൗകര്യം, എനിക്കിഷ്ടമുള്ളതുപോലെ എന്നെ ആരും നിയന്ത്രിക്കാൻ വേണ്ട. അങ്ങനെ ഒരു കോലത്തിലേക്ക് ഇത് ആൺകുട്ടികളും മാറി ചിന്തിക്കുന്ന ഒരു രംഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തെ പകർത്തി കൊടുക്കേണ്ട മുറപ്രകാരം പകർന്നു കൊടുത്താൽ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തെ പകർത്താൻ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി. ഇന്ന് നോക്കി പലപ്പോഴും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന വമ്പൻ ഡബിൾ ഡോക്ടറേറ്റും അതേപോലെ തന്നെ ഭയങ്കര ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ വായിച്ച് ബാമ്പൻ ആളുകളൊക്കെയാണ്, സിദ്ധവൈഭവമുള്ള ആളുകളൊക്കെയാണ്, മാസ്റ്റർ ബ്രെയിനുകളൊക്കെ ഇരുന്നിട്ടാണ് ഓരോ തിയറികളൊക്കെ പറയുന്നത്. ഇവരുടെ സകല തിയറികളും എടുത്തു നോക്കിയാൽ വൈവാഹിക ജീവിതത്തെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തു വന്ന 10 ഹദീസുകളിൽ ഒതുങ്ങും സകല ഗവേഷണ പ്രബന്ധങ്ങളും, സകല തീസിസുകളും. അതിലപ്പുറം പോവില്ല. അത്രയും ഖനണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക്. അത് നബിയുടെ വെറും വാക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ വെളിച്ചത്തിലാ അള്ളാഹുവിന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ വർത്തമാനം പറഞ്ഞത്. സ്വാഭാവികമായും അതിന് ഖനമുണ്ടാകും, അതിന് കാമ്പുണ്ടാകും, അതിന് ആഴമുണ്ടാകും, അതിന് വിശാലത ഉണ്ടാകും, വെളിച്ചമുണ്ടാകും, തികവുണ്ടാകും, പരിപൂർണത ഉണ്ടാകും. അത് അള്ളാഹുവിന്റെ വരികളാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഭർത്താവാകണം എന്നതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നല്ലൊരു ഭാര്യ ആകണം എന്നതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ,
നല്ലൊരു വല്ലുപ്പയാകണം എന്നതാണ് നമ്മുടെ തേട്ടമെങ്കിൽ, നല്ലൊരു വല്ലുമയാകണം എന്നതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നല്ലൊരു മകനും മകളും പേരക്കുട്ടിയും ഒക്കെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു പോയേ മതിയാവും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിനെ നമ്മൾ പഠിച്ചേ മതിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിനെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നബി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ. നബി പറഞ്ഞു, നബിനോട് ചോദിക്കുകയാണ്, ആരാണ് ഉത്തമൻ, ആരാണ് നല്ലവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ഭാര്യനോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണ് നല്ലവൻ. സ്വന്തം ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ, നിങ്ങളിൽ നല്ലവൻ. വളരെ ക്ലിയർ. നാട്ടുകാരുടെ മുന്നിൽ നമ്മളങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര സംഭവം മുമ്പിൽ നമ്മൾ നമ്മുടെ നിലയും നിലവാരവും ഏറ്റവും നന്നായി അറിയാം അവനവന്റെ ഭാര്യ. എന്റെ നിലയും നിലവാരം അറിയണമെങ്കിൽ എന്റെ ഭാര്യയോട് ഞാൻ ചോദിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരിയായ നിലയും നിലവാരവും അറിയുന്നത് ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നമ്മൾ നിലവാരം ഉയർത്തുന്നുവെങ്കിൽ നീ നല്ലവൻ, നീ ഉത്തമൻ. എങ്കിൽ ഇതേ മാനദണ്ഡം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് നമുക്ക് ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ? ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ പറയും, കാന ഖുൽഖുൽ ഖുർആൻ, ഖുർആൻ പറഞ്ഞ സകല സദ്ഗുണങ്ങളുടെയും സംഗമ കേന്ദ്രമാണ് എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ പ്രിയതമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വിലക്കിയ സകല തിന്മകളിൽ നിന്ന് മാറി നിന്നവനാണ് എന്റെ പ്രിയപ്പെട്ടവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ ഉമ്മാന്റെ സാക്ഷ്യമാണ്. ശരി, സഫിയ ബീവിയോട് ചോദിക്കാം. നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മഹദിയാണല്ലോ സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ ബീവി പറയാണ്, ഞാൻ കണ്ട മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് എന്റെ പ്രിയതമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ട മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ. ശരി, പോട്ടെ. പ്രവാചക ജീവിതത്തിലേക്ക് പ്രവാചകനാകുന്നതിന് മുമ്പേ പ്രവാചക ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാം. അവര് തുറന്നു പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ജമിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നപ്പോ പുതച്ചിട്ട് കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത് ഖദീജ ബീവി? നമുക്കറിയാലോ, നിങ്ങളെ അള്ളാഹു പ്രയാസപ്പെടുത്തി. എന്തേ കാരണം? നിങ്ങൾ നല്ലവനാണ്, നന്മ ചെയ്യുന്നവനാണ്, ആളുകൾക്ക് ആശ്വാസം നൽകുന്നവനാണ്, വേദനിക്കുന്നവന്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് ആശ്വാസം നൽകുന്നവനാണ്, കുടുംബബന്ധം ചേർത്തുന്നവനാണ്, ആളുകൾക്കിടയിൽ തർക്കവിതർക്കങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെട്ട് രഞ്ജിപ്പെട്ട സമാധാനം ഉണ്ടാക്കുന്നവനാണ്, പരിഹാരം കണ്ടെത്തുന്നവനാണ്, വേദനിക്കുന്നവന് താങ്ങും തണലുമാണ്. നന്മകളാണ് താങ്കളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള നിങ്ങളെ അള്ളാഹു പ്രയാസപ്പെടുത്തില്ല. അന്ന് ഖദീജ ബിബി മുസ്ലിം അല്ല. അള്ളാഹുള്ള വിശ്വാസം അന്ന് അബൂജഹലിനും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഖദീജ ബീവിയാണ് അന്ന് പറയണത്, അങ്ങയെ, ഇങ്ങനെയുള്ള അങ്ങയെ, ഇത്ര നന്മകളുള്ള താങ്കളെ അള്ളാഹു പ്രയാസപ്പെടുത്തില്ല. നിങ്ങൾ നോക്കി. അപ്പൊ അതുകൊണ്ട് നല്ല ഭർത്താവാകണം എന്നതാണ് നമ്മുടെ തേട്ടമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നല്ല ഭർത്താവിനെ നമ്മൾ പഠിച്ചേ മതിയാകൂ, പകർത്തിയേ മതിയാകൂ, ലോകത്തിന് പകർന്നു കൊടുത്തേ മതിയാകൂ. ആ നല്ല ഭർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉമ്മമാർ പകർന്നു നൽകി. നമ്മുടെ ഉമ്മമാർ എന്ന് പറയുമ്പോൾ ഖദീജ ബീവി ആണെങ്കിലും സഫിയ ബീവി ആണെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ ആണെങ്കിലും പ്രവാചകന്റെ ഭാര്യമാരെല്ലാം നമ്മുടെ ഉമ്മമാരാണ്. എന്തേ അങ്ങനെ ഉമ്മമാർ എന്ന് പറയാനുള്ള കാരണം? അള്ളാഹ് പറഞ്ഞാണത്. അള്ളാഹു എന്താണ് പറഞ്ഞത്? അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തേക്കാൾ അടുത്തവനാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, അദ്ദേഹത്തിന്റെ ഇണകൾ നിങ്ങളുടെ ഉമ്മമാരാണ്, നിങ്ങളുടെ ഉമ്മമാരാണ്. അതുകൊണ്ടാണ് തലയും താടിയും നരച്ച സഹാബി വര്യന്മാരിൽ നല്ല പ്രായമുള്ള ആളായിരുന്നു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. ആ അബൂ മൂസ അശ്അരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഇസ്ലാമികമായ വിഷയങ്ങൾ അറിയാനും പഠിക്കാനും വേണ്ടി വന്നത് തന്റെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത വളരെ ചെറുപ്പമായ ആയിഷ റളിയല്ലാഹു അൻഹാന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പ്രായം ചെന്ന വല്ലുപ്പാന്റെ അത്ര പ്രായമുള്ള അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. ആരാണത്? ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, എന്റെ ഉമ്മയാണ്. അവരോട് ചോദിക്കുകയാണ്, നബി എങ്ങനെയായിരുന്നു? ഈ വിഷയത്തിൽ എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? നബിയിൽ നിന്ന് ഉമ്മ താങ്കൾ എന്താണ് കേട്ടത്, എന്താണ് കണ്ടത്? എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ പഠിക്കട്ടെ, ഞാൻ പകർന്നു കൊടുക്കട്ടെ. നിങ്ങൾ നോക്കി. അങ്ങനെയായിരുന്നല്ലോ അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിനെ കുറിച്ച് ആയിഷ ബീവിയാണ് പ്രവാചക കുടുംബജീവിതത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞത്. 2000-ലധികം ഹദീസുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തത്.
അതുകൊണ്ടാണ് ലിബറലിസ്റ്റുകൾക്കും ഫെമിനിസ്റ്റുകൾക്കും ഈ പറയപ്പെട്ട ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾക്കും ഭയങ്കര ദേഷ്യാണ് ആയിഷ ബീവിനോട്. കാരണം കുടുംബജീവിതത്തെ ഏറ്റവും ശക്തവും ഭദ്രവുമാക്കി നബി കാണിച്ചു തന്ന ചിത്രം, നബിയിൽ നിന്ന് നമുക്ക് നേർക്കുനേരെ പറഞ്ഞു തന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് പ്രവാചക ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ 4 ചുമരുകൾക്കകത്തുള്ള ജീവിതം തുടങ്ങി പ്രവാചക ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ രംഗവും നമുക്ക് പറഞ്ഞു തരണം നമ്മുടെ ഉമ്മ. മനുഷ്യ സമൂഹത്തിന്റെ ഈ കുടുംബ ഭദ്രതയെ പൊളിച്ചെടുക്കാനാണ് ലിബറലുകൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പണിയെടുക്കുന്നത്. അവർക്ക് എങ്ങനെ ഇത് സഹിക്കുക? അവർക്ക് എങ്ങനെ ഇത് ദഹിക്കുക? ഫെമിനിസ്റ്റുകൾക്ക് എങ്ങനെ സഹിക്കുക? എങ്ങനെ അവർക്ക് ഇത് ദഹിക്കുക? കഴിയില്ല. അതുകൊണ്ട് ആയിഷ ബീവിയെ കടന്നാക്രമിക്കുകയാണ് അവർ. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ അത് വഹീന്റെ വെളിച്ചത്തിലുള്ളതായതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുക എന്നത് പടച്ചറപ്പിന്റെ തീരുമാനമാണ്. അത് ലോകത്തിന് വെളിച്ചമായി നിലനിൽക്കണം എന്നത് പടച്ചറപ്പിന്റെ സുന്നത്താണ്. അതിനെ ഇളക്കാനും തകർക്കാൻ ആർക്ക് കഴിയാം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നു ആ ഭർത്താവിനെ കുറിച്ച്. എത്ര തിരക്കുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 മുതൽ 23 വർഷം, 63 വയസ്സ് വരെ എന്തെല്ലാം പഠിപ്പിച്ചു, എന്തെല്ലാം തിരക്കുകൾ, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അതിനിടയിൽ തന്റെ കുടുംബത്തോട്, തന്റെ ഇണകളോടുള്ള പ്രവാചകന്റെ വർത്തമാനങ്ങളും സംസാരങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതിലൊന്നാണ് ആയിഷ ബീവി പറയുന്നത്, എനിക്ക് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് എന്റെ മെൻസ്ട്രേഷൻ പീരീഡിൽ എന്റെ മടിയിൽ എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ചായ്ച്ച് കിടക്കും. ഞാൻ എന്റെ നബിയുടെ മുടികൾക്കിടയിലൂടെ കൈകൾ ചലിപ്പിച്ച് മുടി ഇങ്ങനെ ചീകിക്കൊടുക്കും ഞാൻ എന്റെ പ്രിയപ്പെട്ടവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഇവ നോക്കി, അതുവരെ നമുക്ക് പറഞ്ഞു തരാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ നേരമില്ല എന്നുള്ളതാണ് ഭർത്താക്കന്മാരായ നമ്മളെ കുറിച്ചുള്ള പ്രധാന കംപ്ലൈന്റ് ഇവർക്ക്. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിപ്പോണു, പിന്നെ വൈകുന്നേരത്ത് നിന്ന് രാത്രി അവിടെ പരിപാടി, അവിടെ ജോലി, ഇത് ഒന്നും ഇരിക്കാൻ നേരമില്ല. വന്നാൽ തന്നെ പിന്നെ പറയില്ല ഫോൺ തന്നെ ഫോണ്. എത്ര വർത്താനാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് തന്നൂടെ? മാന്യമായ ചോദ്യമാണത്. അടുക്കളയിൽ വന്ന് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കണമെന്നൊന്നും നമ്മൾ പറയണില്ല. പക്ഷേ സവാള അരിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ കരയുമെന്നറിയാം. ഒന്ന് വെറുതെ വന്ന് നിന്നൂടെ അടുക്കളയിൽ ഒരു 10 മിനിറ്റ്? അതേ അവർ ആഗ്രഹിക്കണുള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. നടക്കുള്ള കാര്യമില്ല. നമ്മളൊക്കെ ബിരിയാണി വെച്ചാൽ ചിലപ്പോൾ ഉപ്പുമാവായി മാറുകയും ചെയ്യും. പക്ഷേ കൂടെ ഒന്ന് നിൽക്കുന്നില്ല എന്ന പരാതിയെ നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടുവേലയിൽ തന്റെ ഇണയെ സഹായിക്കുന്നു. അത് വീട്ട അടിച്ചു വാരാനാണെങ്കിലും തുന്നാനാണെങ്കിലും എല്ലാം പ്രവാചകൻ കൂടെ നിന്ന് സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ചുടുചുംബനങ്ങൾ നൽകാറുണ്ട്. സ്നേഹാർദ്ദമായി ചുംബനങ്ങൾ നൽകാറുണ്ട് എനിക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പിന്നെയും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഒരു ദിവസം ഞാനും നബിയും കൂടെ ഓട്ട മത്സരം നടന്നു. നമ്മൾ കേട്ടതാണ്. പക്ഷെ നബിയൊക്കെ നബിക്കൊക്കെ ഇപ്പൊ ഓട്ട മത്സരമൊക്കെ നടത്താം. ഇവിടെ മനുഷ്യൻ നിൽക്കാൻ തന്നെ നേരമില്ല. പിന്നെ അല്ലെ ജീവിതം തന്നെ ഓട്ടത്തിലാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പൊ ഭാര്യമാരായിട്ടുള്ള ഓട്ടം. പക്ഷെ നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ പോയപ്പോ വഴി തെറ്റി പ്രവാചകൻ അവിടെ ഒന്നിരുന്നു. കാലങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വഴിക്ക് പോയപ്പോഴേ ആ നബി വഴി തെറ്റിപ്പോയി ഇരുന്നടുത്ത് പോയി ഒന്ന് ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുകയാണ് അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇതെന്താ ഇവിടെ ഇരിക്കണേ? എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരുന്നിരുന്നു എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഇവിടെ എന്തേ? രണ്ടാളും കൂടി ഓടിയപ്പോ നബി തോറ്റു. ഭർത്താവ് തോക്കാൻ പാടില്ല, ഭർത്താവിനെ തോപ്പിക്കാൻ പാടില്ല. പ്രശ്നം ഉണ്ടാക്കിയില്ല റസൂലുള്ള. അഡ്മിറ്റ് ചെയ്തു തോൽവി. നീ ജയിച്ചു, ഞാൻ തോറ്റു, ഓക്കെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് അങ്ങോട്ടാണ് ചോദിക്കുന്നത്, ഇന്ന് ഓടുക, റെഡിയാണ്? ഓടി. നബി ജയിച്ചു, ആയിഷ ബീവി തോറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താന്ന് പറഞ്ഞ ആ സമയത്ത് പറഞ്ഞ വർത്തമാനം ആയിഷ ബീവിനോട് നബി പറഞ്ഞു, ആയിഷ നീ കുറച്ചൊന്നും തടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നീ തന്നെ ജയിക്കുക. ഇത്തിരി ഒന്നും തടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജയിച്ചു പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഓട്ടം വല്ലാതെ നമ്മൾ തോന്നും നിങ്ങൾക്കൊക്കെ ഇത് പറയാം, ചെറുപ്പക്കാരായ നിങ്ങൾക്കൊക്കെ ഓടാം.
ഇവിടെ 50-55 വയസ്സ് 60 വയസ്സായിട്ട് എവിടെ ഓടാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാബിനെ കല്യാണം കഴിക്കുമ്പോൾ നബിയുടെ പ്രായത്തിൽ എന്തായിരുന്നാലും മക്ക വിട്ട് മദീനയിൽ വന്നു. 50 എബോവ് ആണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി തന്റെ ഇണയുമായി. ഇനി ഞാൻ പറഞ്ഞിട്ട് ഓടിയിട്ട് മുട്ടോ കാലോ പൊട്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ട് വരരുത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മ, അല്ലെങ്കിൽ നബി തന്റെ ഇണയുമായിട്ടുള്ള ആ സ്നേഹബന്ധങ്ങളിലെ സുന്ദര ചിത്രങ്ങളാണത്. എന്ത് നമുക്ക് ഒന്ന് പകർത്തിയാൽ? ഒരുപാട് ഓടണമെന്നോ സ്വർണ്ണക്കപ്പ് നേടണമെന്നോ എന്നോ അല്ല. പക്ഷേ ഭാര്യ ഭർത്ത് ബന്ധങ്ങളിലെ ഊഷ്മളത നിലനിർത്തുവാൻ അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. അതിലെന്തോ ഉണ്ട്. അതിലൊരു സുന്ദരമായ ഓർമ്മകളായി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്കൊന്ന് പറഞ്ഞു തരാണ്. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു? 14 നൂറ്റാണ്ട് കഴിഞ്ഞു. എവിടെ കിടക്കുകയാണ് മദീന? നമ്മൾ എവിടെ കിടക്കണം? തിരുവനന്തപുരം ജില്ലയിലെ ഈ കല്ലമ്പലത്ത് നമ്മളിത് വർത്തമാനം പറയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന അന്നത്തെ മദീനയിൽ നടന്ന ഓട്ട മത്സരം എന്ന ചർച്ച ലോകത്ത് എത്രങ്ങാനും ഓട്ട മത്സരം നടന്നിട്ടുണ്ട്. ഉസൈൻ ബോൾട്ട് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് സ്വർണ്ണക്കപ്പ് നേടിയിട്ടുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ചർച്ചയായി. ജനം അത് മറന്നുപോവാണ്. പക്ഷെ തലമുറകൾ കഴിഞ്ഞു പോയിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ഓട്ടവും ആ മത്സരവും മറക്കണില്ല ലോകം. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതുവരെ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പകർന്നു നൽകുന്നുവെങ്കിൽ നല്ല ഭർത്താവാകാൻ, മാതൃകാ ഭർത്താവാകാൻ നമുക്ക് കഴിയണം. നമ്മുടെ സദസ്സിലെ മുഴുവൻ ഭർത്താക്കന്മാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നല്ല ഭർത്താവിനെ പഠിക്കുകയും പകർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ നല്ല ഭർത്താവാകും. അപ്പോഴാണ് നമ്മുടെ കുടുംബം പവിത്ര കുടുംബമായി നിലനിൽക്കുക. ആ ബന്ധങ്ങളിൽ എല്ലാ അർത്ഥത്തിലുള്ള പരിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് കഴിയുക എന്ന് ചുരുക്കം. ഭർത്താവ് മാത്രം നല്ലവനായിട്ട് കാര്യമില്ലല്ലോ. ഭാര്യയും നല്ലവളാകണം, നല്ല ഭാര്യയാവണം, നല്ല ഇണയാവണം. ആരാണ് നല്ല സ്ത്രീ? അള്ളാഹുവിന്റെ വരികൾ സൂറ നിസാഇൽ അള്ളാഹ് പറയാണ്, നല്ല സ്ത്രീ, സച്ചരിതയായ സ്വാലിഹത്തായ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒന്നാമത് അവൾ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് എന്ന്. ഇന്നത്തെ പല കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം ഭർത്താവിനെ ധിക്കരിക്കുന്നു എന്നതാണ്. ഭർത്താവിനോട് നിസാര കാരണങ്ങളുടെ പേരിൽ കയർക്കുന്നു എന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായിരിക്കും ആ മനുഷ്യൻ വീട്ടിൽ വരിക. അപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളുടെ മാലപ്പടക്കം. പിന്നെ അയാൾക്ക് എവിടെ സമാധാനം കിട്ടാൻ? ആ കുടുംബത്തിന് എങ്ങനെയാ? അത് കുടുംബം എങ്ങനെയാ മസ്കനാവുക? എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക്, റസൂലുള്ളാഹിന്റെ കൽപ്പനകൾക്ക് വിപരീതമായി കുഫറും ശിർക്കുമാണ് ഭർത്താവ് കൽപ്പിക്കുന്നതെങ്കിൽ അനുസരിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കില്ല. പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലയിൽ കുടുംബത്തിന്റെ സുഗമമായ ഒഴുക്കിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ, കൽപ്പനകളെ ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ അവരുടെ കൽപ്പനകൾക്ക് വിധേയമായി അനുസരണശീലമുള്ള ഇണയായി മാറുമ്പോഴാണ് അവൾ നല്ല സ്ത്രീയാവുക എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇതൊരു പുരുഷാധിപത്യത്തിന്റെ വർത്താനമൊന്നുമല്ല. ഈ മറ്റേ ഇവര് പറഞ്ഞ പോലെ ആമിന ബത്തൂത്ത് പറഞ്ഞതുപോലെ ഒരു പുരുഷാധിപത്യത്തിന്റെ ഛയകളാണ് അവിടെ ഉള്ളത്. അതിന്റെ തഫ്സീറുകൾ എഴുതിയതൊക്കെ കംപ്ലീറ്റ് പുരുഷ തഫ്സീർ മുഫസ്സിറുകളാണ്. അതുകൊണ്ട് സ്ത്രീപക്ഷ വായന നടക്കണം, തിരിച്ചു മറിച്ചിടണം എന്നൊക്കെയാണ് അവരുടെ വാദവും. അതിനുവേണ്ടി ഒരു വെള്ളിയാഴ്ച ഖുത്ബ നടത്തിയത് ലണ്ടനിൽ വെച്ച്, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചിട്ട്. നാലോചിച്ച്. അപ്പോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ പ്രകാരം മാതൃകാ ഇണയാവാൻ അള്ളാഹുവിന്റെ ആയത്ത് പഠിപ്പിച്ചതിൻ പ്രകാരം കഴിയണം. തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ അള്ളാഹു കാത്തു സംരക്ഷിച്ചതെല്ലാം കാത്തു സംരക്ഷിക്കുന്നവൾ എന്ന് പറയുമ്പോ അവരുടെ ചാരിത്ര വിശുദ്ധി പാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇണ. തിരിച്ചു ഭർത്താവും ഭാര്യയുമാണ്. ഇന്ന് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ആഭാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെല്ലാം അവിഹിത ബന്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയപ്പെടുത്തലുകളും പരിചയപ്പെടലുകളിലൂടെ ഉണ്ടായ ദുരന്തങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനിടയിലാണ് നല്ല സ്ത്രീ ആരാണെന്ന് അള്ളാഹ് വരച്ചിട്ട് പഠിപ്പിച്ചിരുന്നത്. ഇതിന്റെ കാമ്പ് ഉൾക്കൊള്ളാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കഴിയേണ്ടതുണ്ട്. ഒരു ഭാഗം മാത്രമല്ല, രണ്ടു ഭാഗവും ശുദ്ധമാവണം എന്നാണ് അള്ളാഹുവിന്റെ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അവിടെ നല്ല ഇണ, നല്ല സ്ത്രീ ആരാന്ന് നമ്മൾ അന്വേഷിക്കണം. അപ്പൊ നമുക്കിത് കാണാൻ കഴിയും. തന്റെ ഭാര്യയുടെ, അല്ലെങ്കിൽ തന്റെ ഭാര്യയുമായിട്ടുള്ള റസൂലുള്ളാഹിന്റെ ആഴത്തിലുള്ള ആത്മബന്ധം അറിയണമെങ്കിൽ ഒരു നല്ല ഭാര്യയായി ജ്വലിച്ചു നിൽക്കുകയാണ് ആയിഷ ബീവി, നല്ല ഭർത്താവായി ജ്വലിച്ചു നിൽക്കുകയാണ് റസൂലുള്ളാഹ്. അവരുടെ ജീവിതത്തിൽ രണ്ട് സംഭവങ്ങളുണ്ട്. ഒരു സംഭവം, ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി പറയാണ്, ആയിഷ, എനിക്ക് നിനക്ക് എന്നോട് കുഞ്ഞി പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ആയിഷ ചോദിച്ചു,
അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും? എന്നോട് ഒരു പരിഭവമില്ല, ഭയങ്കര ഉഷാറാണെങ്കിൽ അതും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അന്ന് നിങ്ങൾ പറയും. അപ്പൊ ഐഷ ബീവിനോട് റസൂലുള്ള പറയാണ്, എന്നോട് നിനക്ക് ഒരു പരിഭവമില്ല, ഭയങ്കര സന്തോഷത്തിലാണ് നീ എങ്കിൽ നിന്റെ സംസാരത്തിൽ നീ ഇടയ്ക്കിടയ്ക്ക് പറയും റബ്ബി മുഹമ്മദ്, മുഹമ്മദിന്റെ റബ്ബാണ് സത്യം എന്ന് നീ ആവർത്തിക്കാതെ. സത്യമല്ലേ എന്ന് ചോദിച്ചു. അതെ, സത്യമാണ്. ഇനി കുഞ്ഞു പരിഭവം ഉണ്ടെങ്കിൽ നിന്റെ വർത്തമാനത്തിൽ നീ പറയുക റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം എന്നാണ് നീ പറയുക. സത്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്? അല്പം നാണത്തോടെ തലതാഴ്ത്തിക്കൊണ്ട് നമ്മുടെ ഉമ്മ സമ്മതിക്കുക, പറഞ്ഞ് ശരി തന്നെയാണ്. എന്തേലും വ്യത്യാസം? മുഹമ്മദും ഇബ്രാഹിമും രണ്ടാളും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. പക്ഷെ തന്റെ ഇണയുടെ നാവിന്റെ തുമ്പിൽ നിന്ന് വരുന്ന മുഹമ്മദ് റബ്ബി ഇബ്രാഹിം എന്ന കുഞ്ഞു വാക്കിൽ നിന്ന് മനസ്സിലാക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ച് അത്ഭുതപ്പെടുത്തും ആയിഷ ബീവി മറ്റൊരിടത്ത്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ എന്നൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്, നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. അതിൽ ഓരോന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന വല്ലാത്ത സംഭവങ്ങൾ, നിമിഷങ്ങളുമാണ്. അതിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വരുന്നു, നഷ്ടപ്പെടുന്നു, പിന്നെയും ബോധം വരുന്നു, പിന്നെയും ബോധം പോകുന്നു, തളർന്നു കിടക്കുക. അപ്പോഴാണ് റസൂലുള്ളാഹിനെ കാണാൻ ഫദ്ൽ റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാനും വരുന്നത്. അളിയൻ, അബൂബക്കറിന്റെ മകൻ, റസൂലുള്ളാഹിന്റെ അളിയൻ, ആയിഷ ബീവിയുടെ സഹോദരനും കൂടി. രണ്ടാളും വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെറുതെ നോക്കിയുള്ളൂ. അവരൊറ്റ നോട്ടം, വേറൊന്നും നബി പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല, ഒന്നുമില്ല. അവര് വന്നു, കണ്ടു, നോക്കി. പക്ഷെ ആയിഷ ബീവി തന്റെ സഹോദരൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്കിന്റെ അറാഖിന്റെ കൊള്ളി വാങ്ങിക്കുക. എന്നിട്ട് അതിന്റെ മറ്റേ തല കടിച്ചു മൃദുലമാക്കി തന്നിൽ ചേർന്ന് കിടക്കുന്ന തന്റെ പ്രവാചകന്റെ പല്ല് തേച്ചു. നബി വേണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ ആ ഒരു നോട്ടത്തിൽ നിന്ന് നബിയുടെ ആഗ്രഹം എന്താണ്, താല്പര്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ മാത്രം ആഴത്തിലുള്ള ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അതാണ് ഇണ, അതാണ് ഭാര്യ. ആലോചിച്ച് നോക്കി. എന്നിട്ട് അവർ ലോകത്തോട് പറയാണ്, അതൊക്കെ പോട്ടെ, ലോകത്തോട് അവർ പറയാണ്, എന്റെ പ്രിയപ്പെട്ടവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് എന്റെയും റസൂലുള്ളാഹിന്റെയും മുഅ്മിനീനുകൾ കൂടിച്ചേർന്നിട്ടുണ്ട്. ഇതാ ഈ സംഭവം, ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആഴത്തിന്റെ ദാമ്പത്യ ബന്ധത്തിന്റെ കരുത്തും കാമ്പും ഇതാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ തുറന്നു പറയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇന്നും ആ ഹദീസ് നമുക്കിടയിൽ ചർച്ചയാവും. ഇന്ന് ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഭാര്യ കുടിച്ചതിന്റെ ഒട്ടും ഞാനില്ല. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കല്യാണ ദിവസം പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചതിന്റെ ബാക്കി ആയിഷ റളിയല്ലാഹു കുറിച്ച സംഭവങ്ങൾ, ഹദീസുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ വേണ്ടി മത്സരിച്ച സഹാബത്തിനെ നമുക്ക് കാണാം. അത് നബിയാണ്, ശരിയാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പോലും ഈ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നല്ലൊരു ഭർത്താവിനെ, നല്ലൊരു ഭാര്യയെ, മാതൃകായോഗ്യനായ ഭർത്താവിനെ, മാതൃകായോഗ്യയായ ഭാര്യയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പഠിച്ചിരുന്നു. നല്ല ഭാര്യയാവാൻ സഹോദരിമാർക്ക് കഴിയണം. നമ്മുടെ പെൺകുട്ടികളെ അത് പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ പാകപ്പെടുത്തണം. നമ്മുടെ ആൺകുട്ടികളെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വെക്കുന്ന അല്ലെങ്കിൽ കാലെടുത്ത് വെക്കുന്ന നമ്മുടെ ആൺകുട്ടികളെ മാതൃകായോഗ്യനായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അവനത് കാണുമോ? പറയണൊക്കെ അങ്ങനെയാണ്, നബിയൊക്കെ അങ്ങനെയാണ്, പക്ഷെ വാപ്പ അങ്ങനെ അല്ലെങ്കിലോ, ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നേരെ തിരിച്ചാണ് ഉമ്മയെങ്കിലോ യേശുവില്ല. ആ മക്കൾ നമ്മൾ അന്ന് തന്നെ മാർക്കിടും, ഇങ്ങനെ ഇൻഡു മാർക്കിടും. ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ, ജീവിതത്തിലില്ല, വെട്ടും. പിന്നെ അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വാപ്പ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഉമ്മ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മാനോട് വളരെ നിസാര കാരണങ്ങൾ പേര് ചാടിങ്ങനെ അങ്ങനെ രോക്ഷം കൊള്ളുന്ന ഇയാളൊക്കെ എന്ത് വാപ്പയാണ്, എന്ത് ഭർത്താവാണ്. അവൻ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടൊന്നും പറയില്ല, പക്ഷെ അവന്റെ മനസ്സിൽ നമ്മുടെ സ്ഥാനം ഇതായി. അതേപോലെ തന്നെ ഉപ്പാനോട് ഒരു മര്യാദക്കുള്ള വർത്തമാനം പറയണം. എത്ര മോശമായിട്ടാണ് ഉപ്പാനോട് സംസാരിക്കണം. ഉമ്മ എന്ത് ഭാര്യയാണ് ഇവർ, മകൾ അന്നേ വെട്ടിയിട്ടുണ്ടാവും അവരുടെ മനസ്സിൽ. അങ്ങനെ നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മകനും മകളും പേരക്കുട്ടികളൊക്കെ പഠിക്കുക. നമ്മൾ ഉപ്പാക്കും ഉമ്മാനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് അവർ പഠിക്കുന്നുണ്ട്. നമ്മൾ അവരോട് ഫോണിൽ സംസാരിക്കുന്ന എങ്ങനെ വരെ നോക്കുന്നുണ്ട്. നമ്മളുടെ വേഷവിധാനവും സംസാരവും പെരുമാറ്റവും ഒക്കെ അവർ നോക്കുന്നുണ്ട്. നമ്മൾ കരുതും അവരിപ്പോ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കണ്ട. ഇതിൽ ചില സാധനങ്ങളൊക്കെ അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കണ്ടാവും, സൈക്കിൾ ചോട്ടുണ്ടാവും അവൻ. പക്ഷെ നമ്മൾ ചെയ്ത എന്തോ ഒരു കാര്യം അവന്റെ തലയിലോടി ഉണ്ടാവും. അത് നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതോ സംസാരമാവാം, നമ്മുടെ ഒരു ശൈലിയാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലാവാം.
അത് അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മൾ കരുതാം അവൻ സൈക്കിൾ ഓട്ടണവനെ എന്ത് നമ്മളെന്ത് പറഞ്ഞാലും അതൊക്കെ കുട്ടികളല്ലേ, അത് കുഴപ്പമില്ല. പക്ഷെ അവർ ക്യാച്ച് ചെയ്യും, സുന്ദരമായി ക്യാച്ച് ചെയ്യും. നമ്മൾ കരുതും വെറുതെ ഇരിക്കുകയാണെന്ന്. സുന്ദരമായി അവരെങ്ങനെ അങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുന്നതൊക്കെ അത്ഭുതമാണ് കുട്ടികൾ. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വെളിച്ചമാകാൻ ഉപ്പാക്കുമാർക്ക് കഴിയണം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും നമ്മെ പഠിപ്പിച്ച നല്ല ഉപ്പയാവണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും നല്ല ഉപ്പയാണ്. അതുപോലെ ഒരു ഉപ്പ എവിടെ ഇല്ലേ? എവിടെ? ലോകം കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു ഉപ്പാനെ. ആ ഉപ്പ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഉപ്പ നേരെ പോണത് ഫാത്തിമ ബീവിന്റെ വീട്ടിലാണ്. തന്റെ മകളുടെ ഫാത്തിമ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്, സുഖല്ലേ, കാര്യങ്ങളൊക്കെ ചോദിക്കും. ഉപ്പ അന്വേഷിച്ചു വരും. നമുക്ക് നേരല്ല, കെട്ടിക്കൊടുത്ത നീയായി നിന്റെ പുയ്യാപ്പിള എന്തോ പോയി ആയി, ആ വഴിക്കില്ല ഞാൻ. അങ്ങനെ അല്ല അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി റസൂലുള്ളാഹിയും അബൂബക്കർ ഇരിക്കുന്ന ആ സദസ്സിലൂടെ ഫാത്തിമ ബീവി നടന്നു പോയപ്പോ നബി എന്താ പറഞ്ഞു? ഇതാ എന്റെ മകൾ ഫാത്തിമ, എനിക്കിഷ്ടമാണ് എന്റെ മോളെ, എന്റെ കരളിന്റെ കഷ്ണമാണത്, എന്റെ നടത്തം പോലെയാണ് അവളുടെ നടത്തം പോലും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ ഇഷ്ടമാണത്, എന്റെ ചങ്കാണ്, എന്റെ കരളാണത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഹദീസിന്റെ അത്ര സിഹത്തൊന്നുമില്ല, പക്ഷെ ഒരു ചരിത്രകാരന്മാർ എഴുതി വെച്ചൊരു സംഭവം എന്ന അർത്ഥത്തിൽ ഒരു സംഭവമായി മാത്രമേ എടുത്താൽ മതി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ ഫാത്തിമ ബീവിനോട്, ഫാത്തിമ നീ ചിരിക്കുമ്പോ എനിക്ക് ഇരട്ടി മധുരമാണ്. അതെന്താ ഇരട്ടി മധുരം? ഒരു മധുരമല്ല, ഡബിൾ, രണ്ട് സന്തോഷമുണ്ട്. അന്തിച്ചു, ഒന്ന് എന്റെ ഭാര്യയായിരിക്കെ നീ സന്തോഷവതിയാണ് എന്ന സന്തോഷം. നീ ചിരിക്കുമ്പോ നീ സന്തോഷവതിയായിട്ടാണല്ലോ ചിരിക്കണേ. എന്റെ ഭാര്യയായതിൽ, എന്റെ ഭാര്യയായിട്ട് നീ സന്തോഷവതിയാണല്ലോ എന്ന സന്തോഷമാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒന്നാമത്തെ എന്റെ മധുരം. രണ്ടാമത്തെയോ? രണ്ടാമത്തെ എന്റെ മധുരം നിന്റെ ചിരി കാണുമ്പോ എനിക്ക് എന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി ഓർമ്മ വരും. നബി ചിരിക്കുന്നത് പോലെയാണ് ഫാത്തിമ നിന്റെ ചിരിയും, അതും കൂടെ കാണുമ്പോ എനിക്ക് ഇരട്ടി മധുരമാണത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു വർത്തമാനമായി മാറും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അത്രമേൽ അടുത്ത ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളെ എങ്ങനെ കണ്ടു, എങ്ങനെ ഉൾക്കൊണ്ടു, എങ്ങനെ ചേർത്തു പിടിച്ചു, ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ വായിക്കേണ്ടതുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉപ്പയാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി കിടക്കുന്ന വീട്ടിന്റെ അല്ലെങ്കിൽ മണിയറന്റെ വാതില്, ബെഡ്റൂമിന്റെ വാതില് മുട്ടാണ്. അലാ തുസല്ലിയാൻ, അല്ല നിസ്കരിക്കണില്ലേ? നമ്മൾ വിളിക്കോ? അന്ന് രാത്രി വളരെ വൈകിട്ടാണ് മരുമകൻ വന്നത്. ഭക്ഷണമൊക്കെ നമ്മൾ കൊടുത്തു, അമ്മായിമ്മയൊക്കെ ബിരിയാണി ഇവിടെ എന്താ സ്പെഷ്യലൊക്കെ കൊടുത്ത് സെറ്റാക്കി. പക്ഷെ രാവിലെ സുബഹിക്ക് അമ്മോശം വിളിക്കോ? ആയിക്കോട്ടെ. അല്ലാണ്ട് റസൂൽ അതല്ല. അലാ തുസല്ലിയാൻ, എന്റെ കുട്ടികളെ നിസ്കരിക്കണില്ലേ മക്കളെ, എന്റെ കൂടെ സ്വർഗത്തിന്റെ വഴിയിൽ എന്റെ മകൾ ഉണ്ടാകണം, എന്റെ മകളുടെ പ്രിയപ്പെട്ടവനായ പ്രിയതമനായ എന്റെ മരുമകനും ഉണ്ടാകണം, എന്റെ കുട്ടികൾ ഉണ്ടാകണം എന്റെ വഴിയിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ആ പിതാവ്. ആ മോശൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അവരെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾ നോക്കി, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ അവിടെ ഒരു നല്ലൊരു പിതാവ് എന്ന നിലയിൽ അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് വഴി കാണിക്കാൻ, അവരെ കൂട്ടാൻ നമുക്ക് കഴിയുന്നു. പലപ്പോഴും മരുമക്കളായിട്ട് സംസാരിക്കാൻ തന്നെ അമ്മോശന്മാർക്ക് നേരല്ല. എപ്പോഴാ വന്ന് 10 മിനിറ്റായി, ശരി. പിറ്റേ ദിവസം മുമ്പ് പോകുമ്പോ പോവാണോ? എപ്പോഴാ വന്ന് പോവാണോ? വേറൊരു പരിപാടിയില്ല. ഒന്ന് അദ്ദേഹമായിട്ടൊന്ന് ഇരിക്കാൻ മരുമക്കൾക്ക് നേരല്ലേ. മൂപ്പരോട് ഇപ്പൊ എന്താ പറയാ, പറഞ്ഞ 10-50 കൊല്ലം മുമ്പുള്ള കാര്യമൊക്കെ വേണം. ബോറായി. ഒന്ന് ഇരുന്നു കൊടുക്ക്. നമ്മുടെ കാരണവന്മാർക്ക് നമ്മൾ ഇരുന്നു കൊടുക്കുന്നില്ല എന്നത് വലിയ വേദനയാണ് സഹോദരൻ, വലിയ സങ്കടമാണ്. ഉപ്പാന്റെ കൂടെ ഒന്ന് കുറച്ച് ഇരുന്നു കൊടുക്കി. നമ്മുടെ ഭാര്യ പിതാവിന്റെ കൂടെ അല്പം ഒരു 10 മിനിറ്റ് ഇരുന്നു കൊടുക്കും. നമ്മുടെ ഉമ്മാന്റെ കൂടെ, നമ്മുടെ ഭാര്യന്റെ ഉമ്മാന്റെ കൂടെ വെറുതെ ഒന്ന് 10 മിനിറ്റ് ഇരുന്നു കൊടുക്കും. എന്ത് സന്തോഷമാവും അവര്, എന്തൊക്കെ പറയാറ്. അവര് പറയും, അവരുടെ മകളോട് പറയും, എന്റെ അടുത്ത് ഇത്ര നേരം വർത്താനം പറഞ്ഞിരിക്കായിരുന്നു എന്റെ കുട്ടി പറയും. നമുക്കതിന് നേരല്ല, നമ്മൾ പരിഗണിക്കുന്നില്ല. പരിഗണന വേണം, പരിഗണന ലഭിക്കേണ്ട ഒരു സമയമാണ്, അത് ആഗ്രഹിക്കുന്ന സമയമാണത്. അപ്പൊ നമുക്ക് കൊടുക്കാൻ കഴിയാണ്ട് പിന്നെ മരിച്ചു പോയിട്ട് എന്താ ഇങ്ങനെ എന്തിനാ ഇതിൽ കാര്യമുള്ളത്? ജീവിച്ചിരിക്കുമ്പോ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണ്ടേ? അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉപ്പയെ, പിതാവിനെ നമ്മൾ പഠിച്ചേ മതിയാവും, പകർത്തിയേ മതിയാവും. പലപ്പോഴും നമ്മൾ കേട്ടൊരു സംഭവം, പക്ഷെ ആ സംഭവത്തിലെ ഒരു സംഭവമാണ് എന്റെ വ്യക്തിപരമായ ഒരു അന്വേഷണം എനിക്ക് ഭയങ്കര
ഒരു വല്ലാത്ത എന്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു കാര്യം അലിയല്ലാന്റെ ഒരു വാക്ക്. കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സംഭവം നടന്നതൊക്കെ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമാനോട് ചോദിച്ചു, എന്തേ അലി എവിടെ ചോദിച്ചു. അലി എന്തോ ഒരു സംസാരത്തില് പണങ്ങിപ്പോയി, ആളിവിടെ അല്ല. നബി അന്വേഷിച്ചു, പലയിടത്തും നോക്കി, ആളെ കാണാനില്ല. അതാ കിടക്കണം പള്ളിയിൽ കിടന്ന് മണൽത്തരികൾ പ്രവാചകന്റെ അലിന്റെ മേലെ പറ്റിക്കിടക്കാൻ ഏറിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി വിളിച്ചാണ്, യാദ അബാ തുറാബ്, മണ്ണിന്റെ മകനെ എന്നാണ് അതിന് നേർക്കുനേരെ ഭാഷ, ഒരു പ്രയോഗം, ഒരു വിളിപ്പേര്, അബാ തുറ. നിന്നെ കാത്തിരിക്കുകയാണ് ഫാത്തിമ, വാ പോവാ. വലിയ പണക്കാണ്. ആ പണക്കം സുന്ദരമാക്കി റസൂലുള്ള ഇണക്കാക്കി മാറ്റണം. നമ്മളാണെങ്കിലോ എന്താ മോളെ പ്രശ്നം? മുപ്പര് പണിക്ക് പോയി, എന്നാ നമുക്ക് നോക്കാം, കോടതി കാണാറാം, കൊടുത്ത സാധനമൊക്കെ ഇങ്ങോട്ട് വെക്കാൻ പറ, എന്നിട്ട് ആലോചിക്കാറ്. അവിടെ പ്രശ്നം രൂക്ഷമായി. അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വാ മോനെ, നിന്നെ കാത്തിരിക്കുകയാണ്, പോവാ. ഓക്കെ, കഴിഞ്ഞ്. പക്ഷെ അതല്ല, അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറയാണ്, എന്റെ വിളിപ്പേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അമ്മോശൻ വിളിച്ച അബൂ തുറാബ് എന്ന പേരാണ് എന്റെ വിളിപ്പേരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. പേണങ്ങിക്കിടന്ന മനുഷ്യനെ നബി വിളിച്ച ആ പേരാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറെ ഇഷ്ടമെന്നാണ്. അങ്ങനെ വിളി കേൾക്കാനാണ് എനിക്കിഷ്ടം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ലാത്ത അത്ഭുതമായി തോന്നിയത് എന്നോട്. സുബ്ഹാനല്ലാഹ്, പണങ്ങിക്കിടക്കണ മനുഷ്യനെ വിളിക്കാൻ അള്ളാന്റെ റസൂൽ വിളിച്ച അബൂ തുറാബ് എന്ന വിളിപ്രയോഗമാണ് എനിക്ക് എന്നെ അലി എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്റെ വിളിപ്പേര് അബൂ തുറാബ്. ഇതാണ് അള്ളാഹുൻ റസൂൽ എന്ന ഉപ്പ, അള്ളാഹുൻ റസൂൽ എന്ന അമ്മോശൻ, ഭാര്യ പിതാവ്. കുട്ടികൾക്കിടയിൽ, മക്കൾക്കിടയിലെ സൗന്ദര്യ പണക്കങ്ങളിൽ എങ്ങനെയാകണം ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ റോള്, രക്ഷിതാവിന്റെ റോൾ എന്തെന്ന് കാണിച്ചു തരികയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല ഉപ്പയാവാൻ, നല്ല ഉമ്മയാവാൻ, നല്ല ഭാര്യ പിതാവാൻ, നല്ല ഭാര്യ മാതാവാകാൻ, നല്ല ഭർത്താവിന്റെ ഉപ്പയാവാൻ, നല്ല ഭർത്താവിന്റെ ഉമ്മയാകാൻ നമുക്ക് കഴിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് നമ്മുടെ മാതൃക. നല്ല ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ചരിത്രത്തിലെ ഒരു ഉമ്മയുണ്ട്. ഉമ്മാന്റെ പേര് അസ്മ എന്നാണ്. അറിയാം നിങ്ങൾക്ക് അസ്മയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ സൗർ ഗുഹയിലാണ് ആ തുടക്ക ദിവസങ്ങൾ താമസിച്ചത്. മക്ക വിട്ടു അവരെന്നറിഞ്ഞപ്പോ തന്നെ അബൂജഹലും കൂട്ടരൊക്കെ പരതാണല്ലോ. അങ്ങനെ അബൂജഹൽ നേരെ വരുന്നത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. വാതിൽ മുട്ടി. അവിടെ അബൂബക്കർ ഉണ്ടോ എന്ന് അറിയണം. ഉണ്ടെങ്കിൽ അബൂബക്കറിന്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അബൂബക്കറിന്റെ കൂടെ പോയിട്ടുണ്ട്. അബൂബക്കർ ഇല്ലാത്തൊരു പരിപാടി ഉണ്ടായില്ല. അവർ തമ്മിൽ അങ്ങനാണല്ലോ. വാതിൽ തുറന്നത് ഒരു പെൺകുട്ടിയാണ്, പതിപ്രായക്കാരി, ടീനേജുകാരി. എവിടെ നിന്റെ ഉപ്പ? എവിടെ മുഹമ്മദ്? അവര് പറഞ്ഞത് എനിക്കറിയില്ല എന്നല്ല, ഞാൻ പറയില്ല എന്നാണ്. ഞാൻ പറയില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അടിച്ചു മുഖത്ത്, വേദനിച്ചു ആ കുട്ടിക്ക്. അവള് പറഞ്ഞു, കുടുംബനാഥനില്ലാത്ത ഈ സമയത്ത് ഒരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുവാൻ മാത്രം ഭീരുവാണോ അബൂജഹൽ നീ എന്ന മൂർച്ചുള്ള വാക്ക് കേട്ടപ്പോ അബൂജഹലിനുള്ള ആ തണ്ടും തടിയുള്ള അബൂജഹൽ പേരെന്നെ അങ്ങനെയാണല്ലോ, അബൂജഹൽ. അതാണ് ഒരു കുട്ടിന്റെ മുഖത്തടിക്കണത്. പക്ഷെ ഈ കുട്ടിയുടെ മൂർച്ചയുള്ള വരികൾക്ക് മുന്നേ അയാൾ ചൂടിപ്പോയി. അയാൾ ഒന്നും പറയേണ്ട, അയാൾ മടങ്ങിപ്പോയി. ആ പെൺകുട്ടിയുടെ പേരാണ് അസ്മ. ആ പെൺകുട്ടി അള്ളാന്റെ റസൂൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപ്പാക്കും വേണ്ടി ഭക്ഷണം എത്തിക്കാൻ പോകുന്നുണ്ട് സൗറുമലയിൽ. ഉംറക്ക് ഹജ്ജിനൊക്കെ പോയ ആളുകൾ കണ്ടിട്ടുണ്ടാവും സൗറുമല. എന്താണത്? അവിടേക്ക് പോകുമ്പോ താൻ നടന്നു പോയാൽ തന്റെ കാൽപ്പാടുകളെ ശത്രുക്കൾ പിൻപറ്റുമോ പിന്തുടരുമോ എന്നതുണ്ടാവാൻ സാധ്യതകളെ മുന്നിൽ കണ്ട് താനും തന്റെ സഹോദരന്റെയും കൂടെ ആട്ടിൻപറ്റങ്ങളെ ചേർത്തിയിട്ടാണ് അവർ നടന്നുപോയത്. ഒരു കാലടിപ്പാടിൽ പോലും എന്നെ ഒരു ശത്രുവും പിന്തുടരുത്, എന്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിഞ്ഞിരിക്കുന്ന ഇടത്തിലേക്ക് എത്തരുത് എന്ന പെൺകുട്ടിയുടെ തീരുമാനം. പതിപ്രായക്കാരി, ടീനേജുകാരി. എന്താണ് അവരുടെ സൂക്ഷ്മതയും അവരുടെ ബുദ്ധികൂർമ്മതയും അവരുടെ ദീർഘവീക്ഷണവും? അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇരട്ട അരപ്പട്ടക്കാരിയാണ് അസ്മ. കാലങ്ങൾ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം, മദീന. ഉമർ റളിയല്ലാഹു മദീനയിലൂടെ നടക്കുമ്പോ ഈത്തപ്പഴ തോട്ടങ്ങൾക്കിടയിൽ കുറെ കുട്ടികൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹുവിനെ കണ്ടുടർന്ന കുട്ടികളൊക്കെ ഓടി, എല്ലാ കുട്ടികളും ഓടി. ഒരുത്തം മാത്രം അവിടെ നിൽക്കുന്നുണ്ട്, കൂളായി നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു ദുരന്തര ഓടിയില്ല. അദ്ദേഹം ആ കുട്ടിന്റെ അടുത്ത് പോയി ചോദിച്ചു, അല്ല എല്ലാവരും ഓടിയില്ലോ, നീ എന്ത് ഓടിയില്ല? വളരെ സമാധാനത്തോടെ കൂളായിട്ട് അവൻ പറഞ്ഞു, ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനോടണം?
ഇത് കേട്ടപ്പോ ഉമറുള്ള തന്നെ കൗതുകമായി. ആ നിൽക്കുന്ന കുട്ടിന്റെ മുന്നിൽ ഉമറുള്ള തന്നെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ, ആ കുട്ടിന്റെ മുന്നിൽ 2 മുട്ടിൽ അദ്ദേഹം കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ മകന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മസ്മൂദ്, എന്താ നിന്റെ പേര്? ആ മകൻ പറയണ, കുട്ടി പറയണ, അബ്ദുള്ള. അടുത്ത ചോദ്യം, നീ ആരുടെ കുട്ടിയാണ്? ആരുടെ മോനാ? ഉമ്മാന്റെ പേരെന്താ? ഉപ്പാന്റെ പേരെന്താ? ആ കുട്ടി പറയാണ്, അസ്മ. അസ്മന്റെ കുട്ടിയാണ് ഞാൻ. അസ്മ ബിൻ അബീ ബക്കറിന്റെയോ? അസ്മന്റെ കുട്ടിയാണ്. ഉമർ എന്ന് പറഞ്ഞത്, അസ്മന്റെ കുട്ടി ഇങ്ങനല്ലാണ്ട് പിന്നെ എങ്ങനെ ഇരിക്കുന്നവർ? അസ്മന്റെ കുട്ടി ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെ ഇരിക്കുമെന്നാണ്. അബൂ ജഹലിന്റെ മുന്നിൽ പോലും ചൂടാത്ത അസ്മന്റെ കുട്ടി പിന്നെ എങ്ങനെ ഇരിക്കുമെന്നാണ്. അങ്ങനെ വളർത്തിയ അസ്മ അബ്ദുള്ളാനെ. ആ ഉമ്മാന്റെ ചരിത്രം നമ്മൾ വായിക്കണം, ആ മകന്റെ ചരിത്രം വായിക്കണം. രോമം എഴുന്നേറ്റ് നിൽക്കും. വല്ലാത്ത ഈമാനികമായി കരുത്തുള്ളവളാണ് അസ്മ ബിൻ അബീ ബക്കർ. പഠിപ്പിച്ചത് ആ വാപ്പയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കറിന്റെ മകൾ എങ്ങനെയോ ആ മകൾ വളർത്തിയെടുത്ത അബ്ദുള്ളയെയും നമ്മൾ ചരിത്രത്തിൽ വായിക്കേണ്ടതുണ്ട്. എന്തേ അങ്ങനെ? അതാണ് ഉമ്മ. അങ്ങനെയാകണം ഉമ്മ. നല്ലോ പ്രായമായി, പ്രായാധിക്യത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു ഘട്ടം അസ്മക്കുണ്ടായി. ആ ഉമ്മാന്റെ അടുക്കൽ മകൻ ഒരു യുദ്ധത്തിന് അനുവാദം ചോദിക്കാൻ വരുന്ന രംഗവും ചരിത്രത്തിൽ കാണാൻ കഴിയും. വിശദമായി ചർച്ചയാണ്, ഞാൻ അതിലേക്ക് പോവല്ല. ആ മകൻ അന്ന് കരുത്തു നൽകിയത് ആ ഉമ്മാന്റെ വാക്കുകളും വർത്തമാനങ്ങളും. ഈമാനികമായ വല്ലാത്ത ഭദ്രത നൽകിയത് ആ ഉമ്മാന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഉതിർന്നു വീണ ചില പ്രയോഗങ്ങളാണ്. അസ്മാനെ പോലെ ആവണം ഉമ്മമാർ, അസ്മയെ പോലെ ആകണം ഭാര്യമാർ. അസ്മ വളർത്തിയതുപോലെ വളർത്തണം നമ്മൾ നമ്മുടെ കുട്ടികളെ. അതുകൊണ്ട് ഒരു വീട്ടിൽ നല്ല ഭർത്താവും നല്ല ഭാര്യയും നല്ല ഉപ്പയും നല്ല ഉമ്മയും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നല്ല മക്കളും അതിനനുസരിച്ച് വളർന്നു വരണം. അങ്ങനെയായിരുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വളർന്ന കുട്ടികൾ. അവരവരുടെ മാതൃകകൾ, അല്ലെങ്കിൽ അവർ കണ്ട ഉന്നതമായ ജീവിത മാതൃക റസൂലുള്ളാഹിയിലും കുടുംബത്തിലും അവർ പഠിച്ച് പകർത്തല്ലേ. ഒരു കുട്ടിയുണ്ട്, പേര് അംർ ബിൻ അബീ സലമ. ആ കുട്ടി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ നബിന്റെ വലത്തെ കാലിൽ ഞാനിങ്ങനെ എന്നെ കയറ്റിയിരുത്തും. തൊടയിൽ ഇരിക്കുമ്പോ കാലിന്റെ മുകളിൽ ഇടത്തെ കാലിൽ ഹസ്സനെയും ചേർത്തിരുത്തും. എന്നിട്ട് ഞങ്ങളെ ചേർത്ത് വെക്കും, ഞങ്ങൾക്ക് ചുംബനം നൽകും, സ്നേഹത്തോടെ ഞങ്ങളുടെ തലയിൽ തലോടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇരിക്കണമെന്ന് പേരക്കുട്ടിയാണ്. പേരക്കുട്ടിയാകുമ്പോ വല്യുപ്പാക്ക് ഇഷ്ടം കൂടുണ്ട്. പക്ഷെ ഇത് പേരക്കുട്ടിയൊന്നുമല്ല, മറ്റത് പേരക്കുട്ടിയാണ്. ഇതാരാണ്? ഇത് അബൂ സലമയുടെ മകനാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ മുറിവേറ്റ് രക്തസാക്ഷിത്വം വഹിച്ച അബൂ സലമയുടെ മകനാണ്. തന്റെ ഭാര്യ ഉമ്മു സലമയുടെ ആദ്യത്തെ ഭർത്താവിനുള്ള കുട്ടിയാണ്. ആ കുട്ടിയെയും അള്ളാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിക്കാണ്. അവൻ പറയാണ്, ഞങ്ങളെ രണ്ടാളെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിക്കാറുണ്ട്, ഞങ്ങൾക്ക് സ്നേഹ ചുംബനം നൽകാറുണ്ട്, ഞങ്ങളുടെ തലയിൽ സ്നേഹത്തോടെ തലോടാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുക്കണ മക്കളെ? അങ്ങനെ വളർന്ന കുട്ടികളാണത്, അങ്ങനെ വളർന്നു വന്ന മക്കളാണത്. അങ്ങനെ വളർത്താൻ കഴിയണം നമ്മുടെ മക്കളെ. നമ്മൾ കരുതും നമ്മളൊക്കെ ഇപ്പൊ എപ്പോഴാ മുജാഹിദുകളായത്, അപ്പ ആയിക്കോളും ഇവരൊക്കെ പഠിച്ച് ചെയ്യിക്കോളും. അല്ല, ശീലങ്ങൾ നിൽക്കണം. 7ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ വേണ്ടി ശീലിപ്പിക്കണം എന്ന് നബി പറഞ്ഞ് വെറുതല്ല. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണം എന്ന് പറഞ്ഞത് വെറും വർത്തമാനല്ല. തല്ലേണ്ടടുത്ത് തല്ലണം, തലോടേണ്ടടുത്ത് തലോടണം. തല്ലേണ്ടടുത്ത് തല്ലണം, തലോടേണ്ടടുത്ത് തലോടണം. തല്ലേണ്ടടുത്ത് തലോടുകയും തലോടേണ്ടടുത്ത് തല്ലുകയും ചെയ്താൽ വിപരീത ഫലമുണ്ടാകും. എങ്ങനെയാകണം ആ തലോടലും തല്ലലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മക്കളെ, പേരമക്കളെ വളർത്തിയെടുത്തതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികളെയും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അങ്ങനെ ഒരു ഉമ്മ വളർത്തിയെടുത്ത മകനാണ് കഴിഞ്ഞ സെപ്റ്റംബർ 23 നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞത്. 82കാരൻ. ആരാണ്? ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാ ബിൻ മുഹമ്മദ് ആൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ്. 8 വയസ്സായപ്പോ അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു. 8ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യും ആ കുട്ടിനെയും കൊണ്ട്? ഉമ്മ തളർന്നില്ല. ആ മകന്റെ കൈ പിടിച്ച് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. 11 വയസ്സായപ്പോ ആ കുട്ടി ഹാഫിളായി. വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ എന്ന് തുടങ്ങി അത്ഭുതകരമായ മാറ്റങ്ങൾ ആ കുട്ടിയിൽ കണ്ടു.
ചെറുപ്പം മുതലേ കാഴ്ചക്ക് ചെറിയൊരു കാഴ്ചമങ്ങൽ ഉണ്ടായിരുന്ന കുട്ടിക്ക്. പല ചികിത്സകളും നടത്തി. അവൻ വളർന്നു വലുതാകുകയാണ്. 20കളായപ്പോ അവനെ ചികിത്സിക്കാൻ വേണ്ടി റിയാദിൽ കൊണ്ടുവന്നു ആ ഉമ്മ. ഒരു വിദഗ്ധ ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതും സക്സസ് ആയില്ല. 20കളിൽ അദ്ദേഹത്തിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. നമ്മൾ എന്ത് കരുതും? ജീവിതം പോയി ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്രഷൻ, അങ്ങനെ പല പല അവസ്ഥകളിലേക്ക് പോകുമ്പോ പിന്നെ അത്ഭുതമാണ് നടക്കുന്നത്. പിന്നെ അത്ഭുതമാണ് ആ ഉമ്മ ആ കുട്ടിന്റെ കൈ പിടിക്കാണ്. ആ ഉമ്മ അന്ന് പറഞ്ഞൊരു വർത്താനം ഉണ്ടത്രേ, നിന്റെ കണ്ണുകൾ നിന്റെ കുട്ടി കൈ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, നിന്റെ കുട്ടിക്കും വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച്. പക്ഷെ അത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഉമ്മ കണ്ണായി ആ കുട്ടിന്റെ സൗദി അറേബ്യയിൽ ആദ്യത്തെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് ഇബ്രാഹിം മുഹമ്മദ് ആലി ഷെയ്ഖിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയത് എന്റെ മകനെ. എന്നിട്ട് ആ കുട്ടിയുടെ മടിയിൽ വെച്ചു കൊടുത്തത് കിതാബ് തൗഹീദാണ്. ആ കിതാബ് തൗഹീദ് ആരാണ് എഴുതിയത്? സാക്ഷാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. ലോകത്ത് അത്ഭുതകരമായ വിപ്ലവത്തിന്, തൗഹീദി വിപ്ലവത്തിന്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെ നിമിത്തമായ കിതാബ് തൗഹീദിന്റെ വെളിച്ചമാണ് ആ മനുഷ്യൻ പഠിച്ചെടുക്കണം. ആദ്യം അതിവേഗം വല്ലുപ്പാന്റെ കിതാബ് അന്നത്തെ ഗ്രാൻഡ് മുഫ്തിയുടെ നാവിൻ തുമ്പിൽ നിന്ന് പഠിക്കുകയാണ്. പിന്നെ പഠിക്കുന്ന ഉസൂൽ സലാസയാണ് 6 കൊല്ലം. പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ സൗദി ഗവൺമെന്റിൽ പിന്നീട് ഗ്രാൻഡ് മുഫ്തിയായി, 2ാമത്തെ ഗ്രാൻഡ് മുഫ്തിയായി ആ സ്ഥാനത്തേക്ക് വന്ന ഇതേപോലെ ഇദ്ദേഹത്തെ പോലെ കണ്ണു കാണാത്ത ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മുന്നിലാണ് അദ്ദേഹം ഇൽമുൽ ഫറായിദ് പഠിക്കുന്നത്. അത് വലിയ ബഹറാണ്, വിജ്ഞാനത്തിന്റെ വലിയ സാഗരമാണത്. അത് എത്രയും വേഗത്തിൽ അതിന്റെ ആഴത്തിൽ ആറ്റി കുറുക്കി കുടിച്ചു എന്നാണ്. അത്രക്കും ഭയങ്കര ജീനിയസ്, ഭയങ്കര തലച്ചോർ, ബ്രൈറ്റ് എന്ന് പറയാം. പിന്നെ കിതാബുകളെല്ലാം കിതാബ് ഫുള്ള് കാണാവടിക്കാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ മഹാപണ്ഡിതന്മാരുടെ കിതാബുകൾ വായിച്ചവനെ തെറ്റിയാൽ തിരുത്തി കൊടുക്കും ആ നാവുകൾ. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള ലൈവ് പ്രോഗ്രാമിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഫത്വകൾ കൊടുക്കുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി. 8ാമത്തെ വയസ്സിൽ എല്ലാം പോയി, കുടുംബനാഥനും പോയി, ഒന്നുമില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ലോകം കണ്ട കിബാറുകളിൽ ശ്രദ്ധേയനായ ഒരു അടയാളപ്പെടുത്തൽ നടത്തുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് ആലി ഷെയ്ഖ് റഹിമഹുല്ലാഹ്. അതിന് വഴിയും വെളിച്ചായത് ആ ഉമ്മയാണ്. നമ്മളെന്തേ നമ്മുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാത്തത്? നമ്മളെന്തേ കൃത്യമായി കുട്ടികളുടെ മദ്രസന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? നമ്മളെന്തേ നമ്മുടെ കുട്ടികളെ MSMന്റെ വഴിയിലൂടെ വഴി നടത്താത്തത്? നമ്മളെന്തേ നമ്മുടെ യുവാക്കളെ ISMന്റെ വഴിയിലൂടെ വഴി കാണിക്കാത്തത്? നമ്മളെന്തേ നമ്മുടെ പെൺകുട്ടികളെ MGMന്റെ സ്റ്റുഡൻസ് വിങ്ങിലൂടെ വഴി കാണിക്കാത്തത്? നമ്മളെന്തേ നമ്മുടെ ഭാര്യമാരെ, ഉമ്മമാരെ MGM എന്ന ശൃംഖലയുടെ ചേർത്ത് വെക്കാത്തത്? എന്തേ നമ്മൾ KNM എന്ന തൗഹീദി ആശയ പ്രസ്ഥാനത്തിൽ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാത്തത്? നമുക്ക് നേരമില്ല, സമയമില്ല. അല്ലല്ലോ, അങ്ങനെ ആവരുതല്ലോ. നമ്മൾ ഇത്രയും വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് അള്ളാഹു ഒരുക്കി തന്നിട്ട് അതിന് സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തേണ്ട രംഗത്ത് മുന്നിൽ നിൽക്കേണ്ടവരല്ലേ നമ്മൾ. അതുകൊണ്ട് കുടുംബത്തോടൊപ്പം സ്വർഗത്ത് പോകണമെങ്കിൽ തൗഹീദുള്ളവരായി, ലാ ഇലാഹ ഇല്ലല്ലാഹുള്ളവരായി മാറണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെയും അങ്ങനെ വളർത്തിയെടുക്കണം. ചെറുപ്പം മുതൽ നമ്മൾ എന്ത് ശീലമാണോ, നന്മയാണോ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മളെ അവർ പഠിക്കുകയും പകർത്തുകയും ചെയ്യും. നേരെ തിരിച്ചാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നതെങ്കിൽ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. സ്വാഭാവികമാണ്. എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കോടതി, ഇവിടെ അല്ല, വിദേശത്ത്. ഒടുവിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത്, എനിക്ക് എന്നെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എന്റെ മാതാവിനെ കാണാനുള്ള അവസരം എനിക്ക് തരണം അയാൾ ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ഒരു ആഗ്രഹം പറഞ്ഞാൽ പരിഗണിക്കുമല്ലോ. അവസരം കൊടുത്തു. മാതാവായിട്ട് സംസാരിക്കാനുള്ള ചാൻസ് കൊടുത്തപ്പോ അയാൾ പറഞ്ഞു മാതാവിന്റെ അടുത്ത്, എന്റെ അടുത്തേക്കൊന്ന് വരണം, ചെവിയിലൊരു സ്വകാര്യം പറയണ്ട. സ്വകാര്യം. മാതാവ് അടുത്ത് വന്ന ഉടനെ ആ ചെവിയാണ്ട് കടിച്ചാണ്ട് മുറിച്ചെടുത്ത് ഈ മനുഷ്യൻ. ചോര കണ്ട് അയാളുടെ വായിക്കൂടെ ഒഴുകണു. ഉമ്മ നിലവിളിച്ച് കരയണ, ചെവിയുടെ തുണ്ട് കഷ്ണം മുറിഞ്ഞു വീഴും. അങ്ങനെ കടിച്ചു മറിച്ചു. പോലീസുകാർ 4 അടി കൊടുത്തു. മരിക്കാൻ പോണ മനുഷ്യൻ, ചെങ്ങ ഇനിയെങ്കിൽ തനിക്ക് നന്നായിക്കൂടെ, ഉമ്മാന്റെ ചെവി കടിച്ചു പെറുക്കാൻ മാത്രം ക്രൂരനാണോ നീ? അയാൾ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ആകാനുള്ള കാരണം ഈ സ്ത്രീയാണെന്നവർ, ഇവരാണത്. അല്ലേ, ചെറുപ്പം മുതലേ ഞാൻ നുണ പറഞ്ഞു തുടങ്ങി. ചെറുതായി കുട്ടികളുടെ സാധനങ്ങൾ മോഷ്ടിച്ചു തുടങ്ങി. ചെറിയ രീതിയിൽ കുട്ടികളെ ഞാൻ ഉപദ്രവിച്ചു തുടങ്ങി. എന്നെ അവർ തിരുത്തിയില്ല.
എന്നെ ഉപദേശിച്ചില്ല, എനിക്ക് നേരായ വഴി കാണിച്ചു തന്നില്ല. ചെറിയ ചെറിയ കുറ്റങ്ങളിൽ നിന്ന്, ചെറിയ ചെറിയ തിന്മകളിൽ നിന്ന്, ചെറിയ ചെറിയ പാപങ്ങളിൽ നിന്ന് വലിയ വലിയ തെറ്റുകളിലേക്ക്, വലിയ വലിയ പാപങ്ങളിലേക്ക് പോയി. ഒടുവിൽ ഇയാൾ ആരെയാണോ കൊന്നത്, ആ കൊന്ന മനുഷ്യന്റെ ചെവിയും മുറുക്കി മൂക്കും മുറുക്കി. അത് അയാളുടെ ഒരു ഹോബിയായി മാറി, അതൊരു ഹരമായി മാറി. എന്റെ മനസ്സിനെ ഇങ്ങനെ കടുത്തു പോകുന്നതിൽ ഇന്നലകളിൽ എന്നെ ഒന്ന് തിരുത്തിയിരുന്നുവെങ്കിൽ, എനിക്കൊരു വഴി കാണിച്ചു തന്നിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ അധപ്പതിച്ചവനായി പോകില്ലായിരുന്നു എന്ന് പറയുന്നു അയാൾ. നമ്മൾ ആരെയാണ് വിചാരണ ചെയ്യേണ്ടത്? നമ്മൾ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? അതേസമയം നേരെ തിരിച്ചും സംഭവിക്കും. എന്റെ ഉപ്പ പറഞ്ഞ ഉപദേശത്തിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോവില്ല. കാരണം എന്റെ ഉപ്പ ഖുർആനും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ എനിക്ക് നൽകിയ സാരോപദേശത്തെ ഞാൻ കാത്തു സംരക്ഷിക്കുക തന്നെ ചെയ്യും, ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും. നിങ്ങൾ നോക്കി, വാപ്പാന്റെ കടം കൊണ്ട് പ്രയാസപ്പെടുമ്പോ ചില മക്കൾ മുന്നിൽ നിന്ന് വാപ്പാനെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണ മക്കളെ നമുക്ക് കാണാം. വാപ്പാന്റെ മക്കളെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളെ കാത്തു സംരക്ഷിച്ച, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനിടയിൽ കടബാധ്യതകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണല്ലോ അത് വീട്ടിൽ കൊടുക്കേണ്ടത്. അപ്പോഴാണ് മക്കൾക്കിടയിൽ തർക്കം. നിനക്കാണ് കൂടുതൽ പൈസ, നീ കൊടുക്കും, ഞാൻ കൊടുക്കില്ല. എനിക്ക് വളരെ നക്കാപ്പിച്ച ഇടക്ക് ബിരിയാണി തിന്നാൻ പോലും പൈസ മുമ്പ് തരില്ല, ഞാൻ തരില്ല, നീ കൊടുക്കും എന്ന് പറഞ്ഞ് കശപിശകൾ. അല്ലല്ലോ, അങ്ങനെ ആവരുതല്ലോ നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുവോ, എന്ത് പകരുന്നുവോ, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ഏത് കാര്യമാണെങ്കിലും, അത് ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിലും, ഇനി ഒന്നുമല്ല, നമ്മുടെ വേഷവിധാനങ്ങളാണെങ്കിൽ പോലും, സംസാരങ്ങളിലാണെങ്കിൽ പോലും, ആരാധനാ കർമ്മങ്ങളിലാണെങ്കിൽ പോലും, നമ്മൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നത്, സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ വിരലുകൾ, കൈകൾ എങ്ങനെ വെക്കുന്നു എന്ന് വരെ നമ്മുടെ കുട്ടികൾ നോക്കുന്നുണ്ട്. നമ്മുടെ കാലുകൾ എങ്ങനെ വെക്കുന്നുണ്ട് നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ എന്ന് അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നിലും അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയെല്ലാം മാതൃകയാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. എങ്കിലാണ് ഒരു പവിത്ര കുടുംബമായി, ഒരു പരിശുദ്ധ ബന്ധങ്ങളെ ഊഷ്മളതയോടെ നിലനിർത്തുന്നവരായി ഉയർത്തി നിൽക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ നാളെയുടെ പരലോകത്ത് സ്വർഗ കവാടങ്ങൾ പടച്ചറപ്പ് നമുക്കായി തുറന്നു തരുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ആദരണീയരായ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആരാണ്? അല്ലദീന യഹ്മിലൂന അർശ് വമൻ ഹൗലഹ്. അർശ് ചുമക്കുന്ന, അർശിന്റെ ചുറ്റുമുള്ള മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ആദരണീയരായ മലക്കുകൾ അള്ളാഹിന്റെ അർശിന്റെ ചുറ്റും നിന്ന് അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമത്രേ. എന്താണ് ആ പ്രാർത്ഥന? അള്ളാഹുവേ, ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ, ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ. നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന, തെറ്റുകൾ തിരുത്തുന്ന, നല്ല കുടുംബമായി, നല്ല ഉപ്പയായി, നല്ല ഉമ്മയായി, നല്ല അമ്മോശനായി, നല്ല അമ്മായിമ്മയായി, നല്ല മകനായി, മകളായി ദീനിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന, അവരുടെ ജീവിതത്തിൽ പിഴവുകൾ, പോരായ്മകൾ വന്ന് അവർ ഏറ്റുപറഞ്ഞ് നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോൾ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർന്നില്ല, ആ മലക്കുകൾ അവിടെ നിർത്തുകയല്ല ആ പ്രാർത്ഥന, മറിച്ച് അവരേക്ക് നീ സ്വർഗപ്രവേശം നൽകണമേ. ഒമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അവർക്ക് മാത്രം നീ സ്വർഗം കൊടുത്താൽ പോരാ, അവരുടെ കൂട്ടത്തിൽ അവരുടെ ഉപ്പാനിയും ഉമ്മാനിയും കൂടി നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെ ഉപ്പാനിയും ഉമ്മാനിയും ഉൾപ്പെടുത്തുന്ന കൂട്ടത്തിൽ അവരുടെ ഇണകളെ, ഭാര്യയെയും ഭർത്താവിനെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെ മക്കളെ, സന്തതികളെ കൂടി നീ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഒമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. സ്വാലിഹീങ്ങളായ അവരുടെ ഇണകളെയും രക്ഷിതാക്കളെയും മക്കൾക്കും എല്ലാം നീ കുടുംബത്തോടെ, കൂട്ടത്തോടെ സ്വർഗത്ത് പോവാൻ നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. വഖിഹിമുസ് സയ്യിആത്ത്. തിന്മകളിൽ നിന്ന് നീ അവരെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒമൻ തഖി സയ്യിആതി യൗമൈദിൻ. ആരെയാണോ ആ ഒരു പ്രതിസന്ധിയിൽ, വിചാരണ നാളിൽ നിനക്ക് നീ കാവലും തിന്മകളിൽ നിന്ന് സംരക്ഷണവും നൽകുന്നത്, അവരാണ് എല്ലാ അർത്ഥത്തിലും വിജയവും സൗഭാഗ്യവും സിദ്ധിച്ചവർ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യണമെങ്കിൽ, അർശ് ചുമക്കുന്ന, അർശിന്റെ ചുറ്റുമുള്ള ആദരണീയരായ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി നമ്മൾ ഖേദിച്ചു മടങ്ങിയേ മതിയോ. മനുഷ്യരാണല്ലോ നമ്മൾ. വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പെരുമാറ്റം, സംസാരം, നിലപാടുകൾ, നടപടിക്രമങ്ങൾ എല്ലാം നമുക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പടച്ചറബിന്റെ മുന്നിൽ ഹൃദയം തുറന്ന് തേടി തിരുത്തണം. ആ തിരുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ് ഇത് എന്ന ബോധവും ബോധ്യവും നമുക്ക് ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഖേദിച്ചു മടങ്ങാൻ നമുക്ക് മടിയുണ്ടാവില്ല.
നമുക്ക് തടസ്സം ഉണ്ടാവില്ല. നമ്മുടെ ഹൃദയം തുറന്ന് പടച്ചറപ്പിനോട് പൊറുക്കന്നെ തേടാൻ നമുക്ക് കഴിയും. ഹൃദയം തുറന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് കഴിയും. സത്യം പറയുകയാണെങ്കിൽ ശരിക്കും അള്ളാഹിന്റെ മുന്നിൽ ഒന്ന് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? നമ്മളോട് ചോദിക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ നിഷ്കളങ്കമായി ഹൃദയം തുറന്ന് നിഷ്കളങ്കമായി തൗബ ചെയ്തിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? ഖുർആനിലെ ഒരു ആയത്ത്, സൂറ നജ്മിലാണ് ആയത്ത്. ആയത്ത് ഇതാണ്. അള്ളാഹ് പറഞ്ഞത് അബൂബക്കർ ഉമർ അള്ളാഹിന് അടക്കമുള്ള ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്. അല്ല, നിങ്ങൾ ചിരിക്കുകയാണ്. നിങ്ങൾ കരയുന്നില്ലേ? വഅൻതും സാമിദൂൻ, നിങ്ങൾ അശ്രദ്ധമായി അങ്ങനെ മുന്നോട്ട് പോവാണോ? ചിരിക്കാണോ നിങ്ങൾ എന്തേ കരയാത്തത് എന്നേ അള്ളാഹ് ചോദിച്ചുള്ളൂ. ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ മുന്നിൽ പ്രവാചകന്റെ മദീനത്തെ പള്ളിയുടെ മൂലയിൽ സഹാബത്ത് സുജൂദിൽ വീണ് കരഞ്ഞു. ആ ആയത്ത് കണ്ട് കേട്ടപ്പോൾ ഉമർലാന്റെ മുഖത്തുള്ള ചിരി അങ്ങോട്ട് പോയി. അവർ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നിറകണ്ണുകളോടെ പറഞ്ഞത്രേ, പഠിച്ചോനെ കരയുകയാണ് ഞങ്ങൾ കരയുകയാണ്. അള്ളാഹിന്റെ മുന്നിൽ കരയാൻ നമുക്ക് എന്താ മടി? അള്ളാഹുവിന്റെ മുന്നിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഏറ്റു പറയാൻ നമുക്ക് എന്താ തടസ്സം? അവന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിലാണ് നമ്മൾ പൊറുക്കല്ലെന്നിട? അവന്റെ ഔദാര്യമില്ലെങ്കിൽ നമ്മൾ ആരാണ്? നമ്മുടെ മക്കൾ അവന്റെ ഔദാര്യല്ലേ? നമ്മുടെ ആരോഗ്യം അള്ളാഹുവിന്റെ ഔദാര്യല്ലേ? നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന അള്ളാഹുവിന്റെ ഔദാര്യല്ലേ? ഫലസ്തീനിലെ മക്കൾക്ക് അതില്ലല്ലോ, ഫലസ്തീനിലെ കുട്ടികൾക്ക് അതില്ലല്ലോ, അവർക്കൊരു വീടില്ലല്ലോ. ഇതുപോലൊരു പള്ളിയിൽ സമാധാനത്തോടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ അവർക്ക്. തകർക്കപ്പെട്ട പള്ളിന്റെ പുറത്താണല്ലോ അവർ നമസ്കരിക്കുന്നത്. ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല, കുടുംബാംഗങ്ങളില്ല. ഫലസ്തീൻ ഞാൻ സന്ദർശിച്ചു, 2 തവണ പോകാനുള്ള അവസരം കിട്ടി. എനിക്ക് ഫലസ്തീൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പോകണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത്, പോകണമെന്ന ആഗ്രഹം വലുതായിട്ട് മനസ്സിലുണ്ടാക്കിയത്, ഒരു ദിവസം ഉംറക്ക് പോയപ്പോ ഒരു വെള്ളിയാഴ്ച, അന്ന് ഖുതുബ പറഞ്ഞത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, മരണം എത്തുന്നതിന് മുമ്പ് നിന്റെ ഖുദ്സിൽ സുജൂദ് ചെയ്യാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ നാഥ. ഞാൻ വിചാരിച്ചു, ഇവരെന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത്? അപ്പോഴാണ് നോക്കുമ്പോ സൗദിയും ഇസ്രായേലും തമ്മിൽ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളില്ല. ഒരു സൗദി പൗരന് അങ്ങോട്ട് പോകാനും പറ്റില്ല, പോവില്ല. നിർഭയത്തോടെ മരണത്തിന് മുമ്പ് ഖുദ്സ് സന്ദർശിക്കാനും അവിടെ സുജൂദ് ചെയ്യാനും ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് കേരളത്തിൽ എത്ര ടൂർ പാക്കേജ് ആയിട്ട് നമ്മൾ പോണത്. ഹറമിലെ ഇമാമിന് പോലും കഴിയാത്തതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു അവസരം നമുക്ക് കിട്ടുന്നത് സ്വാഭാവികമായും ആഗ്രഹം കൂടി. അങ്ങനെ പോയി, അവിടെ പോയി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് തന്നെ അവിടെ എത്തി. ഹറം, അവിടുത്തെ ഖുദ്സിന്റെ അകം, അവിടെയുള്ള ചരിത്രം, അതൊക്കെ പറഞ്ഞു തരാൻ ഒരു ഗൈഡ് ഉണ്ട്. നമ്മുടെ ചരിത്രത്തിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റുമല്ലോ. ഇപ്പൊ കൂട്ടത്തിൽ ഒരു പയ്യൻ കൂടി, ഒരു ഫലസ്തീനി ബാലൻ. അവനെ കാണുന്നത് ഖുദ്സിന്റെ അകത്തൊരു വലിയൊരു കുഴിയുണ്ട്, വലിയൊരു കിണർ പോലത്തെ കുഴി. അവിടെ ഞാൻ ഈ ഗൈഡിനോട് ചോദിച്ചു, ഇതെന്തൊരു വലിയൊരു കുഴി, കിണറാണ്, വെള്ളമൊന്നും കാണാനില്ല, പഴയ കിണറായിട്ട് നീ വെള്ളം പറ്റിയതാണോ? അയാൾ പറഞ്ഞു, അല്ല, പിന്നെ ഈ ഖുദ്സിലെ വിളക്കുകൾക്ക് എണ്ണയൊഴിക്കാൻ, ഒലീവ് എണ്ണ ശേഖരിക്കാൻ വേണ്ടി കുഴിച്ച വലിയ കുഴിയാണ്. അതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും ഒലീവ് ശേഖരിച്ചിട്ട് ഇവിടെ വരും, ഇവിടെ സ്റ്റോക്ക് ചെയ്യും, എന്നിട്ട് അതാണ് ഇവിടുത്തെ വിളക്കുകളിൽ കത്തിക്കാൻ. അപ്പൊ ഇത് പറഞ്ഞു തന്നപ്പോ അതിനൊന്നും കൂടി വിശദീകരിച്ച് തരാണ് ഈ പയ്യൻ. അപ്പൊ എനിക്ക് അത്ഭുതമായി. ഉഷാറാണല്ലോ ആള്, ചെക്കൻ ഉഷാറാണല്ലോ. പിന്നെ അവൻ കൂടെ നടന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ, ഇത് മിഹ്റാബ് സക്കരിയ, ഇത് മറിയം ബീവിക്ക് ഫുഡ് അള്ളാഹ് കൊടുത്ത ഏരിയ എന്നൊക്കെ പറഞ്ഞ അവൻ കൂടെ നിന്ന് വലിയ കാരണവരനെ പോലെ ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞങ്ങനെ. അപ്പൊ നമ്മുടെ കൂടെയുള്ള താത്താമാർക്കും കാക്കാമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവന്. നമ്മുടെ കയ്യിലുള്ള കടലമുട്ടായും അവലോസും പൊടിയും അങ്ങനെ കൊടുക്കുന്നുണ്ട്. അവൻ 1-2 ടേസ്റ്റ് ചെയ്ത് ബാക്കിയൊക്കെ അവൻ പോക്കറ്റിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒലീവ് ഓയിൽ സ്റ്റോക്ക് ചെയ്യുന്ന കിണർ പോലെ പോക്കറ്റിൽ ഇങ്ങനെ നല്ല എല്ലാം വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് ഞാൻ അവന്റെ പേര് നേരത്തെ ചോദിച്ചിരുന്നു, പക്ഷെ കുടുംബകാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അല്ല നീ ഇന്ന് സ്കൂളൊന്നുമില്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവാണ്? അവൻ പറഞ്ഞു, സ്കൂളിലൊന്നും പോണില്ല. എന്ത് ചോദിച്ചു? അത് ഇസ്രായേലി പടയാളികൾ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ ഏരിയയിൽ ആകെ പ്രശ്നമാണ്, അവിടെ തകർക്കപ്പെട്ട് നിൽക്കുകയാണ്, അവിടെ സ്കൂളൊക്കെ പൂട്ടി കിടക്കുകയാണ്, സ്കൂളില്ല. അപ്പൊ എങ്ങനെ നീ പഠിക്കണൊക്കെ? ഉമ്മ പഠിപ്പിച്ചു തരും. അപ്പൊ ഉപ്പ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു.
അപ്പൊ അവൻ മറുപടി പറയാണ്, ഉപ്പ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി എന്നാണ് പറഞ്ഞത്. ഇസ്രായേലി പടയാളികൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തുളച്ചു. ഇപ്പല്ലാത്ത കുട്ടിയാണ് അവൻ. അപ്പൊ എങ്ങനെ കുടുംബം ചെലവുകളൊക്കെ എങ്ങനെ നടന്നു പോകണം? അപ്പൊ ഉമ്മ രോഗിയാണ്, ഉമ്മാക്ക് സുഖമല്ല, ഉമ്മ കിടപ്പിലാണ്. പിന്നെ ആരുള്ള വീട്ടില്? എന്റെ കുഞ്ഞു വാവുണ്ട്, എന്റെ കുഞ്ഞു അനുജത്തി ഉണ്ട്. എന്നിട്ട് അവൻ പോക്കറ്റില് അവൻ കൈവച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഇന്ത്യയിലെ സാധനങ്ങളല്ലേ, എന്റെ കുഞ്ഞു അനുജത്തിക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്തതാണ്, ഇതെല്ലാം ഇതെല്ലാം. അപ്പൊ ഞാൻ ചോദിച്ചു അവനോട്, ഈ ടൂറിസ്റ്റുകൾ എന്തെങ്കിലും എനിക്ക് തന്നതാണോ എനിക്ക് സഹായകമാവുക? അപ്പൊ അവൻ പറയും, ഞാൻ പറഞ്ഞു, ഇനി ആരും ഒന്നും തന്നില്ലെങ്കിലോ? ആ സമയത്ത് അവൻ പറഞ്ഞൊരു വർത്താനുണ്ട്, അള്ളാഹു ആണ് റിസ്ക് നൽകുന്നവൻ. അള്ളാഹു യർസുഖു മയ്യശാ ബിഗൈരി ഹിസാബ്. അള്ളാഹു ഒരാൾക്ക് റിസ്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും എന്താണെങ്കിലും അവൻ ഉദ്ദേശിച്ച ആളുകൾ കിട്ടി. ഞാൻ രാവിലെ അള്ളാഹുവിന്റെ ഭവനത്തിലൂടെ വരും. ഇന്ന് വരെ പ്രയാസങ്ങൾ, ഭക്ഷണം പോലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മുട്ടുവന്നിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഞാൻ തൃപ്തനാണെന്ന് പറയണ ആ കുട്ടി. വല്ലാത്ത മക്കളാണ് അവിടുത്തെ, ഭയങ്കര ഈമാനാണ് അവിടുത്തെ കുട്ടികൾക്ക്, വല്ലാത്ത കരുത്താണ് ആ മനസ്സിന്, വല്ലാത്ത പ്രതീക്ഷയാണ് ആ കുട്ടികളുടെ ഹൃദയങ്ങളിൽ. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. സ്വാഭാവികമായും ഈമാനികമായ കരുത്തോടെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടിന്റെ അത്ര പ്രായമുള്ള അവന്റെ വാക്കുകളും വർത്തമാനങ്ങളും അവന്റെ ചടുലമായ വർത്തമാനങ്ങളും അവന്റെ നിലപാടും കാണുമ്പോ ഖുദ്സിന്റെ മകനായി ഇതിന് വിജയം സാധ്യമാണ്, ഖുദ്സ് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഇസ്സത്തോടെ പറയുന്ന അവന്റെ നെറുകയിലല്ലാണ്ട് വേറെ ഏത് കുട്ടിന്റെ നെറുകയിലാണ് നമ്മൾ ചുംബിക്കേണ്ടത്? അവനെ അല്ലാതെ നെഞ്ചോട് നമ്മൾ ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത്? ഇതൊരു കുട്ടിന്റെ കേസല്ല. ജുമാ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും കുനിഞ്ഞിട്ട് എണീറ്റിക്കാൻ പറ്റാത്തൊരു വലിയ പ്രായമുള്ള ഒരു വല്ലുപ്പ. ആ വല്ലുപ്പ എന്റെ അടുത്ത് ഞങ്ങളെ കൂടി കണ്ടപ്പോ, ഞങ്ങളുടെ ഈ തൊപ്പിയും ഈ കഴുത്തിലെ ടാഗൊക്കെ കൂടി കണ്ടപ്പോ മനസ്സിലാക്കി ഇത് യാത്രക്കാരായി ടൂറിസ്റ്റുകളായി വന്ന ആളുകളാണ്. ഒരു ചോദിച്ചു, എവിടെ നിന്നാണ്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്നു. സുബ്ഹാനല്ലാഹ്, അയാളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഇന്ത്യയിൽ നിന്നോ. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഖുദ്സിന്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്യാണ്, ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള മുസ്ലിങ്ങൾക്ക് നിർഭയരായി ഈ ഖുദ്സിൽ സുജൂദ് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ നാഥ, ഖുദ്സിന് പഴയകാല പ്രതാപം നൽകണമേ, ഈ യഹൂദികളെ വാലിമുകളെ നീ തകർത്തെറിയണമേ എന്ന് ആ വല്ലുപ്പ് പ്രാർത്ഥിക്കും. ആ കൂട്ടത്തിൽ ഹൃദയം തുറന്ന് നമ്മൾ ആമീൻ പറഞ്ഞു പോകും. ആ പ്രാർത്ഥന വൈകാരികമാണ്. ആ പ്രാർത്ഥന നമ്മളെപ്പോലൊന്നും ഇരിക്കാൻ ഭാര്യയ്ക്ക് ഭക്ഷണം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത മക്കളെ കാണുമ്പോൾ നമ്മുടെ ഈ സൗഭാഗ്യങ്ങളിൽ നമ്മൾ അവർ മറന്നുപോകും. ചിലർ പറയും, എന്താണ് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഒരു 10 രാജ്യമാണ് ഇവരുടെ കൂടെ ഉള്ളൂ, ബാക്കി എല്ലാ രാജ്യവും എതിർപ്പാണ്, എന്നിട്ട് പോലും വല്ലതും നടക്കുന്നുണ്ട്? കാലം ഇങ്ങനെയാണ്, നശിച്ച കാലാണ്, ഇങ്ങനെ പോവുള്ളൂ, ഇത് അങ്ങനെയാണ്. ആ വല്ലാത്ത നെഗറ്റീവ് പറയുന്ന ആളുകൾ, നിരാശന്റെ അങ്ങേത്തര പോകുന്ന ആളുകൾ, നമ്മൾ എന്താ കരുതിയത്? നമ്മൾ എന്താണ് കരുതിയത് അള്ളാഹുവിനെ കുറിച്ച്? സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഖുദ്സ് വിജയം സാധ്യമായ മനുഷ്യൻ, സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിന്റെ ഉള്ളിലേക്ക് കയറി അദ്ദേഹം സുജൂദ് ചെയ്യേണ്ട ശുക്രിന്റെ സുജൂദ്. ആ സമയത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. 100 കൊല്ലത്തിന് ശേഷം, കുരിശു പടയാളികളുടെ കൈകളിൽ നിന്ന് 100 കൊല്ലത്തിന് ശേഷമാണ് അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഈ ഉള്ളവൻ ജീവിച്ചിരിക്കെ വിജയം സാധ്യമാക്കി തന്ന റബ്ബിന്റെ മനുഷ്യൻ അങ്ങേയറ്റം വിനയാന്യതനാവുക. 100 കൊല്ലം. ഇന്നല്ലെങ്കിൽ നാളെ അത് സാധ്യമാണ്. പക്ഷെ നിരാശ ഉണ്ടാവാൻ പാടില്ല നമുക്ക്. നമ്മൾ മടുപ്പുള്ളവരാകാൻ പാടില്ല. നമ്മൾ അപാരമായ തവക്കലിലൂടെ, പ്രതീക്ഷയോടെ, പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തിയേ മതിയാവൂ. നമ്മൾ ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തുക. ആ മക്കൾക്ക് വേണ്ടി, അവിടെയുള്ള ഉപ്പാക്കും ഉമ്മാക്കും, നമ്മളെപ്പോലെ അനുജന്മാർക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും വല്ലുപ്പാക്കും വല്ലുമാക്കും വേണ്ടി നമ്മൾ തന്നെയാണ് ദുആ ചെയ്യുന്നത്. മറന്നു പോകരുത്. ഇതിനേക്കാൾ പ്രതാപമുള്ള ഒരു കാലമുണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ, ഷാമിന്റെ കാലം. ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ കാലഘട്ടമാണ് ഷാം. ഷാം വളർന്നത്ര, ഷാമിന്റെ സുവർണതയുള്ള അത്ര വേറെ ഏത് രാജ്യങ്ങളിലാണ് അതിന്റെ വിശാലതയും പുരോഗതിയും വളർച്ചയും നമുക്ക് കാണാൻ കഴിയുക? പക്ഷെ ഇന്ന് സങ്കട കാഴ്ചകളാണ് അവിടെ ഉള്ളത്. നമ്മളിപ്പോ അഭിമാനം കൊള്ളാനുള്ള വകുപ്പൊന്നുമില്ല. ഇന്നത്തെ സമകാല രാഷ്ട്രീയങ്ങൾ ഏത് കോലത്തേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക, അസ്തിത്വ പ്രതിസന്ധിയിലേക്ക് വരെ തള്ളി നിൽക്കപ്പെടുന്ന ഒരു സമകാലിക ചുറ്റുപാടിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അനുഗ്രഹങ്ങളെ മറക്കരുത്, വിസ്മരിച്ചു പോകരുത്. വിനയമുള്ളവരാവാൻ ബോധപൂർവം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുന്നതാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ ഇനി ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. നിന്നിൽ നിന്നുള്ള എല്ലാ അർത്ഥത്തിലുള്ള സൗഭാഗ്യവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ.
അങ്ങകലെ ഫലസ്തീനിൽ ഗസയിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് നീ സലാമത്തും അമ്നും പ്രദാനം ചെയ്യുമാറാകണമേ. അവരിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ ഈമാനിക കരുത്തനുസരിച്ച് ഉന്നതമായ പദവികൾ നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ക്ഷമയോടെ, അവധാനതയോടെ, പ്രതീക്ഷയോടെ ഉറച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്ത് നൽകി ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ കണ്ണിന് കൺകുളിർമ നൽകുന്ന മക്കളാക്കി, പേരമക്കളാക്കി, വരും തലമുറകളായ ഞങ്ങളുടെ കുട്ടികളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ ഉറച്ചു നിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലതുൻ സാലിഹുൻ യദ്ഉല എന്ന പദവിയിലേക്ക് ഞങ്ങളുടെ വരും തലമുറയെ, മക്കളെ, പേരമക്കളെ നീ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളെയും ഞങ്ങളുടെ പിൻതലമുറയെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ഉറപ്പിച്ചു നിർത്തണേ. മുഹമ്മദ് റസൂലുള്ളാഹി എന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ലോകാവസാനം വരെയുടെ ഞങ്ങളുടെ പിൻതലമുറയിൽ വരുന്ന മുഴുവൻ ഞങ്ങളുടെ പിൻതലമുറയിലെ കുട്ടികൾക്കും മുഹമ്മദ് റസൂലുള്ളാഹി പ്രിയപ്പെട്ടതാകണേ റഹ്മാനെ. അതിൽ അഭിമാനത്തോടെ, ഇസ്സത്തോടെ പിന്തുടരാൻ അവരെ നീ പാകപ്പെടുത്തണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരീ സഹോദരങ്ങൾ, അവർക്കെല്ലാം നീ വേഗത്തിൽ ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങൾക്ക് മുമ്പേ തൗഹീദി വെളിച്ചം ഈ മണ്ണിൽ പകർന്നു നൽകിയ ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ മുൻഗാമികൾ, ഒരുപാട് പണ്ഡിതന്മാർ, ഉമർ മൗലവി അടക്കം നടന്നുപോയ വഴികളുള്ള പ്രദേശങ്ങളാണ് തിരുവനന്തപുരം ജില്ല. നിങ്ങൾ നോക്കി, അതേപോലെ എത്രയെത്ര പൂർവസൂരികൾ നമുക്ക് പലരെയും അറിയില്ല, പലരുടെയും പേരറിയില്ല, പലരെയും നമുക്കറിയില്ല. പക്ഷെ റഹ്മാനായ നാഥ, നിനക്കറിയാലോ അവരൊക്കെ ആരാണെന്നും എന്തെല്ലാം നന്മകളാണ് അവർ ചെയ്തതെന്നും. അതിനെല്ലാം നീ ഇരട്ടിക്കിരട്ടി പ്രതിഫലം നൽകി അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ. അർഹമുറാഹിമീനായ റബ്ബേ, സ്വർഗ കവാടങ്ങൾ നീ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഞങ്ങളുടെ ഉപ്പാന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ, ഇന്നകളോടൊപ്പം, മക്കളോടൊപ്പം, പേരമക്കളോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം അവരുടെ കൈകളെല്ലാം പിടിച്ച് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും നബിയിൽ നിന്ന് ഹൗദുൽ കൗസർ കുടുംബത്തോടെ വാരി കോരി കുടിക്കാനും നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ നാഥ. നാളെ പരലോകത്ത്, സ്വർഗലോകത്ത് നിന്നെ കാണാനുള്ള മഹാസൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തുമാറാകണമേ. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ശാരീരികം, സാമ്പത്തികം, മാനസികം, ദഅ്വാരംഗം, സാമൂഹ്യ രംഗം, രാഷ്ട്രീയ രംഗം എന്ന് തുടങ്ങി എല്ലാ ഇടങ്ങളിലും കരുത്തുള്ളവരായി നിലകൊള്ളാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم انصر اخواننا في غزة، اللهم انصر اخواننا في فلسطين، اللهم انصر اخواننا في فلسطين وفي كل مكان. اللهم دمر اعداء الدين، اللهم دمر اعداء الدين واليهود الظالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.